ഇന്നല്ലാഹ യുഅയ്യിദു ഹാദ ദീന ബിറജുലിൻ ഫാജിരിൻ. ദീൻ അല്ലാഹു തആല നിലനിർത്തും, ചിലപ്പോൾ ഫാജിരിങ്ങളായ മനുഷ്യരെ കൊണ്ടും. ദീൻ നിലനിൽക്കാനുള്ള ഖിയാമത്ത് നാൾ വരെ നമ്മളെ ഉപയോഗിക്കപ്പെടുന്നെങ്കിൽ അത് ഭാഗ്യമാണ്. അതുകൊണ്ട് വീണ്ടും നമ്മൾ മുന്നോട്ട് പോകണം. എത്രത്തോളം നമ്മൾ ആഗ്രഹിക്കുന്നു അതവരുടെ ആഗ്രഹത്തിൻ്റെ അളവിലാണ്. സഹാബാക്കൾ ബലഹീനന്മാരുണ്ടായിരുന്നു, രോഗികളുണ്ടായിരുന്നു, വൈകല്യമുള്ളവരുണ്ടായിരുന്നു. പക്ഷെ എല്ലാവരുടെയും ഹിമ്മത്തും അസീമത്തും വലുതായിരുന്നു. അവരെ തടഞ്ഞു നിർത്താൻ സാധിച്ചില്ല. അവരെപ്പറ്റി ശത്രുക്കൾ പറയുമായിരുന്നു, സഹാബാക്കളെ പറ്റി, ലൗ യുഹാവിലൂനൽ ജിബാല ലഹദ്ദുഹ. ഈ സഹാബാക്കൾ ഇവരൊരു പർവ്വതവുമായി ഏറ്റുമുട്ടിയാൽ അതിനെയും തകർത്ത് മുന്നിലേക്ക് പോകും, അവരെ തടുക്കാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ശത്രുക്കൾ പറയുമായിരുന്നു. സഹാബാക്കളെ ബാഹ്യമായ ശക്തി കണ്ടിട്ടല്ല, അവരുടെ അസീമത്ത്, അവരുടെ ഹിമ്മത്ത്. ദീൻ്റെ പരിശ്രമത്തിൽ ആവശ്യം അതാണ്. നമ്മുടെ ആഗ്രഹം, നമ്മുടെ ഫിക്ർ, ഇത് അല്ലാഹു തആല നോക്കും. ഇത് എത്രത്തോളം ഉണ്ട് അല്ലാഹു തആല ഉപയോഗിക്കും. ഇത് അല്ലാഹുവോട് ചോദിച്ചുകൊണ്ടേയിരിക്കണം. അല്ലാഹുമ്മ അഖ്ബിൽ ബിഖുലൂബിനാ ഇലാ ദീനിക്. അല്ലാഹു ഞങ്ങളുടെ ഹൃദയങ്ങളെ ദീനിലേക്ക് തിരിച്ചു തരണേ. നമ്മുടെ ഹൃദയങ്ങൾ പലരിലേക്കും തിരിഞ്ഞിരിക്കുക. ഹസ്രത്ത് ജീസ റഹ്മത്തുള്ളാഹി തആല പറയുമായി, നീ പരിശ്രമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ തെറ്റായ ധാരണയെ തിരുത്തലാണ്. നമ്മൾ പലരും തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്, സമ്പത്ത് എൻ്റെതാണ്, സമയം എൻ്റെതാണ്, ആരോഗ്യം എൻ്റെതാണ്. ഇത് തിരുത്താൻ വേണ്ടിയാണ് ഇതിൻ്റെ പരിശ്രമം. ഇതെല്ലാം അള്ളാഹു നൽകിയതാണ്. ഇത് നമുക്ക് വേണ്ടി ഉപയോഗിക്കാനുള്ളതല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ചെലവഴിക്കാനുള്ളതാണ്. നമ്മുടെ കഴിവും നമ്മുടെ സലാഹിയത്തും സമ്പത്തും നമ്മുടെ ആഗ്രഹങ്ങൾക്കും ആവശ്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കുക. അതുകൊണ്ടാണ് ഹക്ക് ലോകത്ത് ശരിയായ നിലയിൽ ഉയർന്നു വരാത്തത്. ബാത്തിലിൻ്റെ ആളുകൾ, ഹക്കിൻ്റെ ആളുകൾ ചെയ്യുന്ന പരിശ്രമം ചെയ്യുന്നത് കൊണ്ടാണ് ലോകത്ത് ബാത്തിൽ വളരുന്നത്. ബാത്തിലിൻ്റെ ശക്തി കൊണ്ടല്ല. ബാത്തിൽ ഇരുട്ട് പോലെയാണ്, ഒരു ശക്തിയുമില്ല. പക്ഷെ അവർ നിലനിൽക്കുന്നത് അവരുടെ പരിശ്രമത്തിൻ്റെ, ത്യാഗത്തിൻ്റെ പിറകിലാണ്. ഹക്ക് ഉയർന്നു വരാത്തതിൻ്റെ കാരണം ഹക്കിൻ്റെ ആളുകൾ ശരിയായി പരിശ്രമം ചെയ്യാത്തത്. അതുകൊണ്ട് നമുക്ക് അല്ലാഹു തആല നൽകിയിരിക്കുന്ന കഴിവുകളെല്ലാം ദീനിന് വേണ്ടി ചെലവഴിക്കണം. ഇത് തീർന്നു പോകും തീർച്ചയാണ്. മഹാന്മാർ എഴുതിയിട്ടുണ്ട്, സമയം നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കണം. ഇത് ഉപയോഗിച്ചില്ല എങ്കിൽ തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടി വരും. ഒരാൾക്ക് ഹജ്ജ് ചെയ്യാനുള്ള സമ്പത്തുണ്ടായിരുന്നു. ആ സമ്പത്ത് കൊണ്ട് ആ മനുഷ്യൻ ഹജ്ജ് ചെയ്തില്ല എങ്കിൽ അതേ സമ്പത്ത് ആ മനുഷ്യൻ പാഴായ കാര്യത്തിൽ ചിലവഴിക്കേണ്ടി വരും. അള്ളാഹു സമയം നൽകി നന്മയ്ക്ക് വേണ്ടി ചിലവഴിച്ചില്ല എങ്കിൽ ആ സമയം തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടി വരും. നമ്മുടെ എത്രയോ സമയങ്ങൾ, കഴിവുകൾ പാഴായിക്കൊണ്ടിരിക്കുക. ഇത് അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി കൊടുത്താൽ ഉമ്മത്തിൽ വലിയ ഖൈറാത്തുകൾ ഉണ്ടാകും. എത്രയോ മനുഷ്യരുടെ ഹിദായത്തിന് കാരണക്കാരാകും. മൗലാന ഉമർ പാലമ്പ് റഹ്മത്തുള്ളാഹി പറയുമായിരുന്നു, മനുഷ്യർ ലോകത്ത് വസ്തുക്കൾ സമ്പാദിച്ച് അത് വിട്ടിട്ട് മരിച്ചു പോകുന്നു. നമ്മുടെ ആഗ്രഹം ലോകത്ത് മനുഷ്യരെ തയ്യാറാക്കി മരിച്ച അള്ളാഹുലേക്ക് യാത്രയാകണം. ആളുകളെ തയ്യാറാക്കണം. ഖബറിൽ ചെന്നാൽ ഖബറിലേക്ക് അമലുകൾ വരണം. സഹാബാക്കൾ വ്യക്തികളെയല്ല തയ്യാറാക്കിയത്, രാജ്യങ്ങളെ തയ്യാറാക്കി. അവരുടെ ഫിക്ർ, അവരുടെ അസീമ എത്ര വലുതായിരുന്നു. നമുക്കുള്ള അവസരമാണ്. എത്രയോ നാടുകൾ ആഗ്രഹിക്കുന്നു, എത്രയോ വ്യക്തികൾ ആഗ്രഹിക്കുന്നു, എത്രയോ മനുഷ്യർ ഈമാനില്ലാതെ മരിച്ചു പോകുന്നു. നമ്മളവരെ വാതിക്കൽ ചെന്നിരുന്നുവെങ്കിൽ, നമ്മൾ പരിശ്രമിച്ചിരുന്നുവെങ്കിൽ എത്രയോ മനുഷ്യർ നമ്മുടെ ഹിദായത്തിന് കാരണക്കാരാകുമായിരുന്നു. ഓരോ മുലാഖാത്തുകളും ഓരോ ഹിദായത്തിൻ്റെ വാതിലുകൾ തുറക്കാനുള്ള അവസരമാണ്. നമ്മൾ രാവിലെ കൊടുക്കുന്ന 1 മണിക്കൂർ, അരമണിക്കൂർ എത്രയോ മനുഷ്യരുടെ ഹിദായത്തിന് കാരണമായി തീരും. നമ്മൾ അറിയുന്നില്ല. നമ്മൾ ചെയ്യുന്ന വലിയ ജോലിയാണ്. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ജോലിയുടെ മഹത്വം അറിയാതെയും ചെയ്യുന്നത്. അല്ലാഹു നമ്മളെ തിരഞ്ഞെടുത്തതാണ്. ഇനിയും നമ്മൾ മുന്നോട്ട് പോകണം. അവിടെ മാഷാ അല്ലാഹ് നമ്മൾ ഒരുമിച്ച് കൂടി ധാരാളം കാര്യങ്ങൾ നിയ്യത്ത് വെച്ചു, അസ്മ ചെയ്തു. ജില്ലകളായി ഹൽക്കളായി മാറി നമ്മൾ എഴുതി. ഈ കാര്യങ്ങൾ ഇനി നടപ്പിലാകണം. നമ്മൾ വെച്ച നിയ്യത്തുകൾ നടപ്പിലാകണം. അത് ചെയ്യേണ്ടത് നടപ്പിലാകണമെങ്കിൽ ഇരിക്കും നമ്മൾ ഓരോരുത്തരും അതിന് സമയം കണ്ടെത്തണം. ആദ്യം നമ്മുടെ ഫിക്ർ അതിന് കൊടുക്കണം. നമ്മുടെ മഹാന്മാർ പറയാറുണ്ട്, നമ്മൾ സമയം കൊടുക്കുന്നുണ്ട് ദീനിന് വേണ്ടി, ശരീരം കൊടുക്കുന്നുണ്ട്, സമ്പത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കാര്യം കൂടി കൊടുക്കാൻ ബാക്കിയുണ്ട്. നമ്മുടെ ചിന്ത, നമ്മുടെ ഫിക്ർ, നമ്മുടെ തല ഇതിനു വേണ്ടി കൊടുക്കണം.
അത് നമ്മൾ ദുന്യാവിന് വേണ്ടി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ആദ്യം കൊടുക്കേണ്ടത് നമ്മുടെ ചിന്തയാണ്, ഫിക്റാണ്. എത്രത്തോളം ചിന്തിക്കുന്നു ഇതിനെപ്പറ്റി അത്രത്തോളം അള്ളാഹു തആല ഉപയോഗിക്കും. അള്ളാഹു തആല ഏറ്റവും വലിയ ദഅവത്തായ ബാങ്ക്, അതിൻ്റെ ലഫ്ലുകൾ അള്ളാഹ് സ്വപ്നം കാണിച്ചു കൊടുത്തത് അതിനെപ്പറ്റി കൂടുതൽ ചിന്തിച്ച സഹാബിക്കാൻ. അദ്ദേഹം പ്രസിദ്ധനായ സഹാബിയൊന്നുമല്ല, പക്ഷെ ചിന്ത അദ്ദേഹത്തിനായിരുന്നു കൂടുതൽ. അതുകൊണ്ട് ആരാണോ കൂടുതൽ ചിന്തിക്കുന്നത് അവരല്ലാഹ് ഉപയോഗിക്കും. അത് നമ്മൾ കുറേ കാര്യങ്ങൾ അസാം ചെയ്തു, മാറിയിരുന്ന് തീരുമാനിച്ചു, ഇതെല്ലാം നടപ്പിലാകണം. നാടുകൾ മടങ്ങിപ്പോയി നമ്മുടെ കൂട്ടുകാരെ കൂട്ടിയിരുത്തി ആലോചിക്കണം, ഈ കാര്യങ്ങൾ എങ്ങനെ നടപ്പിലാകും. അതിനുവേണ്ടി നമ്മൾ മഷൂറ ചെയ്യണം. എല്ലാ കൂട്ടുകാരെയും കൂട്ടിയിരുത്തി അഭിപ്രായങ്ങൾ ചോദിക്കണം. ജില്ലയിലെ കൂട്ടുകാർ ഇരുന്ന കാര്യങ്ങൾ ആലോചിച്ച് നടപ്പിലാക്കണം. നല്ല ഹിമ്മത്തിൽ നല്ല അസീമത്തിൽ പോകണം. ഹാലാത്തുകൾ വരും, ദീൻ്റെ പരിശ്രമത്തിൽ നമ്മൾ കാലുവെക്കുമ്പോൾ അവസ്ഥകൾ വരും, പ്രശ്നങ്ങൾ വരും, പ്രയാസങ്ങൾ വരും. ഭയപ്പെട്ടു പോകരുത്. മുഅ്മിൻ ഒരിക്കലും ഭീതിയാവുകയില്ല, ഭയപ്പെടുകയില്ല. ഏതെല്ലാം അവസ്ഥ വന്നാലും അള്ളാഹുവിലേക്ക് തിരിയും. അള്ളാഹുയുടെ വരവിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മുടെ അസീമത്തിന് അള്ളാഹു നീയത്തിനെ കബൂൽ ചെയ്യുമാറാകട്ടെ. ഹിമ്മത്തോടെ ഇരിക്കും ഇൻഷാ അല്ലാഹ്. നഹ്മദുഹു വനുസല്ലി അലാ റസൂലിഹിൽ കരീം. अम्मा बाद, मोहतरम भाइयों, बुज़ुर्गों और दोस्तों, अल्लाह रब्बुल इज़्ज़त ने हर इंसान के लिए इस दुनिया को इम्तिहान की जगह बनाया है. ബഹുമാനപ്പെട്ട സഹോദരന്മാരെ, സ്നേഹിതന്മാരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവ് മുഴുവൻ മനുഷ്യർക്കും അവരുടെ പരീക്ഷയുടെ ഒരു വേദിയായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. दुनिया का नाम है दारुल इम्तिहान. ഈ ദുനിയാവിൻ്റെ പേര് തന്നെ ദാറുൽ ഇംതിഹാൻ അഥവാ പരീക്ഷയുടെ ഒരു വേദി എന്നാണ് അർത്ഥം. तो इम्तिहान के कमरे में जो बच्चा जाता है उसे इम्तिहान देना पड़ता है. പരീക്ഷ ഹാളിൽ കയറുന്ന ഓരോ വിദ്യാർത്ഥിക്കും, ഓരോ കുട്ടിക്കും നിർബന്ധമായും ആ പരീക്ഷ അറ്റൻഡ് ചെയ്യേണ്ടി വരുന്നതാണ്. वो गरीब का बच्चा हो, अमीर का बच्चा हो, ऑफिसर का बच्चा हो, ताजिर का बच्चा हो, कोई हो, जब वो इम्तिहान के कमरे में जाएगा तो उसे इम्तिहान देना होगा. ഒരു ദരിദ്രൻ്റെ കുട്ടിയാണ്, ഒരു വലിയ ഓഫീസറിൻ്റെ മകനാണ്, ഒരു കച്ചവടക്കാരൻ്റെ മകനാണ്, പണക്കാരൻ്റെ മകനാണ്, ആര് തന്നെ ആയാലും പരീക്ഷ ഹാളിൽ ഏത് കുട്ടി കയറിയോ ആ കുട്ടി തീർച്ചയായും പരീക്ഷ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. इसी तरह जो इंसान दुनिया में आया है उसे इम्तिहान देना है. ഇതുപോലെ ഏത് മനുഷ്യൻ ഈ ദുനിയാവിലേക്ക് വന്നുവോ അവൻ തീർച്ചയായും ഈ പരീക്ഷ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. अल्लाह पाक इम्तिहान लेने के लिए हालात लाते हैं. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടി, അവൻ്റെ പരീക്ഷ നടത്താൻ വേണ്ടി കൊണ്ടുവരുന്നത് അവസ്ഥകളെയാണ്. कभी खुशी देकर इम्तिहान लेते हैं, कभी गम देकर इम्तिहान लेते हैं. ചിലപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് സുഖം നൽകി അവനെ പരീക്ഷിക്കും. ചില സന്ദർഭത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ദുഃഖം നൽകി അവനെ പരീക്ഷിക്കും. सेहत भी इम्तिहान है, बीमारी भी इम्तिहान है. ആരോഗ്യവും ഒരു പരീക്ഷണമാണ്, അസുഖവും ഒരു പരീക്ഷണമാണ്. और नेक लोगों का भी इम्तिहान है. ऐसा नहीं है कि सिर्फ गुनाहगारों का इम्तिहान है, नेकों का भी इम्तिहान है. നല്ല മനുഷ്യരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. നല്ല ആൾക്കാരെ പരീക്ഷിക്കുകയില്ല എന്നില്ല, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയില്ല എന്നില്ല. നല്ല ആൾക്കാരെയും അള്ളാഹു പരീക്ഷിക്കും. नबियों का इम्तिहान लिया, നബിമാരെ പോലും അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചിട്ടുണ്ട്. कुरान करीम में है. അത് അള്ളാഹു ഖുറാനിൽ വിവരിച്ചിട്ടുണ്ട്. वइज़्बितला इब्राहीम रब्बुहु बिकलिमातिन फअतम्महुन. वइज़्बितला, इब्तिला इम्तिहान, वइज़्बितला कि हमने इब्राहिम का इम्तिहान लिया. वइज़्बितला इब्राहीम रब्बुहु बिकलिमातिन फअतम्महुन. और वो सारे इम्तिहानात में कामयाब हुए. അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയുന്നു, ഞാൻ എൻ്റെ ഇബ്രാഹിമിനെ അലൈഹിസ്സലാം അദ്ദേഹത്തെ ഞാൻ പരീക്ഷിച്ചു, അദ്ദേഹം എല്ലാ പരീക്ഷയിലും അദ്ദേഹം വിജയിച്ചു. अय्यूब अलैहिस्सलाम का बीमारी में इम्तिहान लिया. അയ്യൂബ് നബി അലൈഹിസ്സലാമിന് രോഗം നൽകി അള്ളാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിച്ചു. बीमारियां आई और वो शहर छोड़कर एक गार में जाकर पहाड़ पे रहने लगे. രോഗം മൂർച്ഛിച്ചപ്പോൾ അയ്യൂബ് നബി അലൈഹിസ്സലാമിന് തൻ്റെ വീട് വിട്ട്
തന്റെ പട്ടണത്തിലെ വീട് വിട്ട് ഒരു ഗുഹയിൽ അഭയം പ്രാപിക്കേണ്ടി വന്നു. वो गार उनके लिए ICU था. ആ ഗുഹ അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ICU പോലെയായിരുന്നു. जैसे आज बीमारी बहुत बढ़ जाती है तो वो कहते हैं भाई ICU में रखे हैं, क्या मतलब कि बहुत बीमारी बढ़ गई है. നമ്മൾ സാധാരണ രോഗം കൂടി കഴിഞ്ഞാൽ സാധാരണ ഒരു പേഷ്യന്റിനെ രോഗിയെ ICUലാക്കുന്നത് പോലെ, കാരണം ആ പേഷ്യന്റിന്റെ രോഗം വളരെയധികം മൂർച്ഛിച്ചിരിക്കുകയാണ്. तो गांव छोड़कर पहाड़ के गार में रहने लगे. തന്റെ നാട് വിട്ട് ഗ്രാമം വിട്ട് അദ്ദേഹം ഒരു ഗുഹയിൽ അഭയം തേടേണ്ടി വന്നു. सबने साथ छोड़ दिया. അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നവരെല്ലാം അദ്ദേഹത്തെ കൈവിട്ടു. बेटों ने भी साथ छोड़ दिया. മക്കൾ പോലും അദ്ദേഹത്തിനെ ഒഴിവാക്കി. जब हालात अच्छे होते हैं सब साथ देते हैं. അവസ്ഥ നന്നാകുമ്പോൾ സാധാരണ നമ്മളെ കൂട്ടത്തിൽ എല്ലാവരും ഉണ്ടാവും. जब हालात बिगड़ते हैं तो सब साथ छोड़ देते हैं. അവസ്ഥ മോശമാകുമ്പോൾ എല്ലാവരും ഓരോരുത്തരായി പിരിഞ്ഞു പോകും, ആരും കൂടെ ഉണ്ടാവുകയില്ല. तो बेटों ने भी साथ छोड़ दिया. മക്കൾ പോലും അദ്ദേഹത്തിന് ഒഴിവാക്കി, അദ്ദേഹത്തിനെ കൈവിട്ടു. एक अकेली उनकी बीवी साथ रही. അദ്ദേഹത്തിന്റെ ഭാര്യ അവർ മാത്രം ഒറ്റയ്ക്ക് അദ്ദേഹത്തിന്റെ കൂടെ കഴിയാൻ തയ്യാറായി. वो बीमारी में उनकी खिदमत करती रही. ആ മഹദി അവരും എന്ത് ചെയ്തു, അവരെ ഖിദ്മത്ത് ചെയ്തിരുന്നു, പരിചരിച്ചിരുന്നു. जब तकलीफ बहुत बढ़ गई വല്ലാണ്ട് രോഗം മൂർച്ഛിച്ചപ്പോൾ तो उनका सबर का प्याला भर गया. അദ്ദേഹത്തിന്റെ ക്ഷമയുടെ പാത്രം അത് നിറഞ്ഞു ഒഴുകിപ്പോയി. हालांकि उनका सबर मशहूर है. അദ്ദേഹത്തിന്റെ ക്ഷമ വളരെ പ്രസിദ്ധമാണ്. हर नबी की एक खास सिफत होती है. अयूब अलैहिस्सलाम की खास सिफत थी सबर. सब्र अयूबी. ഓരോ നബിമാർക്കും ഒരു പ്രത്യേകതയുണ്ട്. അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ പ്രത്യേകതയായി അറിയപ്പെട്ടിരുന്നത് അദ്ദേഹത്തിന്റെ ക്ഷമയായിരുന്നു. സബറ അയ്യൂബി, അയ്യൂബ് നബി അലൈഹി ഇസ്ലാമിന്റെ ക്ഷമ. वो प्याला भर गया. ആ പാത്രം നിറഞ്ഞു തുളുമ്പി പോയി. तो उन्होंने अल्लाह से दुआ मांगी. അപ്പം അദ്ദേഹം അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു, ദുആ ചെയ്തു. कुरान करीम में वो दुआ है. ഖുർആനിൽ ആ ദുആ വന്നിട്ടുണ്ട്. रब्बी अन्नी मस्सनी अज़ुर, रब्बी अन्नी मस्सनी अज़ुर व अंत अरहमुर राहिमीन. ये उनकी दुआ थी. ദുആ ചെയ്തു, റബ്ബി അന്നി മസ്സന്നി അദ്ദുർ വ അൻത അർഹമുർ റാഹിമീൻ. ഇതായിരുന്നു അദ്ദേഹത്തിന്റെ ദുആ. कि अल्लाह मेरी तकलीफ बहुत बढ़ गई है അള്ളാഹുവേ, എൻ്റെ പ്രയാസം വളരെയധികം കൂടിയിരിക്കുകയാണ്. और तू सब रहम करने वालों से बड़ा रहम करने वाला है. നീ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും കൂടുതൽ കരുണ ചെയ്യുന്നവനുമാണ്. तो हुक्म आया कि पहाड़ में ठोकर मारो. അപ്പോൾ അദ്ദേഹത്തിന്റെ മേൽ കൽപ്പന വന്നു പാറപ്പുറത്ത് അടിക്കാൻ വേണ്ടി. तो उन्होंने ठोकर मारी. पहाड़ में ठोकर मारी. ठोकर പാറപ്പുറത്ത് കാലുകൊണ്ട് തൊയ്ക്കാൻ പറഞ്ഞു, ചവിട്ടാൻ പറഞ്ഞു. तो वहां से पानी निकला. ആ പാറയിൽ നിന്നും നല്ല തെളിനീര് പോലെ വെള്ളം പുറത്തേക്ക് വരാൻ തുടങ്ങി. जैसे इस्माइल अलैहिस्सलाम की एड़ियों की रगड़ से जमजम निकला तो अय्यूब अलैहिस्सलाम की ठोकर से पानी निकला. ഏതുപോലെ ഇസ്മായിൽ നബി അലി ഇസ്ലാം കുട്ടിയായിരിക്കുന്ന സമയത്ത് തൻ്റെ ഉപ്പൂറ്റി നിലത്തുരച്ചതിൻ്റെ പേരിൽ സംസം പുറപ്പെട്ടതുപോലെ അയ്യൂബ് നബി അലി ഇസ്ലാമിൻ്റെ തൊയ് കാരണമായി കാലുകൊണ്ട് തൊയ്ച്ചപ്പോൾ അതിൽ നിന്നും പാറയിൽ നിന്നും വെള്ളം പുറപ്പെട്ടു വന്നു. अल्लाह ने हुक्म दिया इसमें नहाओ और इसे पियो. जब उन्होंने उसमें नहाया सब बीमारियां दूर हो गई. അള്ളാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പന വന്നു, ഈ വെള്ളത്തിൽ നീ കുളിക്കി, ഈ വെള്ളം നീ കുടിക്കി. അദ്ദേഹം ആ വെള്ളത്തിൽ കുളിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മുഴുവൻ രോഗവും ശമനമായി. वो चश्मा आज भी है. ഇന്നും ആ ഉറവ ബാക്കിയുണ്ട്. तुर्की में है वो. അത് നിലകൊള്ളുന്നത് തുർക്കിയിലാണ്. हम जमात में गए थे तुर्की. നമ്മൾ ജമാഅത്തിൽ തുർക്കിയിൽ പോയിരുന്നു. उस इलाके में गए. നമ്മൾ ആ സ്ഥലത്ത് നമ്മൾ യാത്ര ചെയ്തു പോയി. लोगों ने बताया यहाँ वो पहाड़ है. അപ്പോൾ ജനങ്ങൾ നമുക്ക് മനസ്സിലാക്കി തന്നു, ഇവിടെയാണ് ആ ഗുഹ ഉള്ളത്, ആ പർവ്വതമുള്ളത്. फिर हम गए वो पहाड़ में, उसका वो गार देखा. നമ്മൾ ആ പർവ്വതത്തിൽ കയറി ആ ഗുഹ നമ്മൾ നേരിട്ട് കണ്ടു. मैं उस जमाने में मैं इतना मोटा नहीं था അന്ന് ഞാൻ ഇത്ര തടി ഉണ്ടായിരുന്നില്ല, और व्हील चेयर भी नहीं थी. വീൽ ചെയർ ഉണ്ടായിരുന്നില്ല. मैं पहाड़ चढ़ के गया मैं भी. ഞാനും എന്ത് ചെയ്തു, ആ കുന്ന് എങ്ങനെയല്ലോ വലിഞ്ഞു കയറി. वो गार देखा जिसमें अय्यूब अलैहिस्सलाम ने बीमारी के दिन काटे थे. ഞാൻ ആ ഗുഹ കണ്ടു. ഏത് ഗുഹ? അയ്യൂബ് നബി അലൈഹി ഇസ്ലാം അദ്ദേഹത്തിന്റെ രോഗാവസ്ഥയിൽ താമസിച്ച ഗുഹ. एक हसीर बिछी हुई है वहाँ. അവിടെ ഒരു പാ വിരിച്ചിട്ടുണ്ടായിരുന്നു.
वो अलामत है कि इन्होंने बीमारी के दिन यहाँ काटे थे। അത് ഒരു അടയാളത്തിന് വേണ്ടി വിരിച്ചതായിരുന്നു. അദ്ദേഹത്തിന്റെ രോഗാവസ്ഥയിൽ ഇവിടെയാണ് കിടന്നിരുന്നത്. बीवी खिदमत करती थी, അദ്ദേഹത്തിന്റെ ഭാര്യ ഖിദ്മത്ത് ചെയ്യുമായിരുന്നു. सब छोड़ के चले गए എല്ലാവരും അദ്ദേഹത്തെ വിട്ടുപോയിരുന്നു. और वो चश्मा आज भी है। ആ ഉറവ ഇന്നും അവിടെ ബാക്കിയുണ്ട്. लोग पानी पीते हैं उसका बरकत के लिए और कैनों में भर भर के ले जाते हैं कि बीमारों को नहलाएंगे, इसकी बरकत से उनकी बीमारी दूर होगी। तो हमने भी वो पानी पिया, ऐसा ठंडा मीठा पानी कि तुम्हारा बिस्लरी उसके सामने झक मारता है। ജനങ്ങൾ അവിടെ നിന്നും ആ വെള്ളം കുടിക്കും. മാത്രമല്ല അവർ ക്യാനുകളിൽ നിറച്ചുകൊണ്ടും അവരുടെ രോഗികളെ കുളിപ്പിക്കാൻ വേണ്ടി കൊണ്ടുപോകാറുണ്ട്. ഞങ്ങളും അവിടെ നിന്നും ആ വെള്ളം കുടിച്ചു. ആ വെള്ളം വളരെ മധുരമുള്ള, വളരെ ശീതളിമയുള്ള നല്ല വെള്ളം. എങ്ങനത്തെ വെള്ളം? നിങ്ങളെ ബിസ്ലരി അതിൻ്റെ 4 അയലത്ത് പോലും എത്തൂല. तो अल्लाह ने नबियों का इम्तिहान लिया। അള്ളാഹു സുബ്ഹാനഹു വ തആല നബിമാരെ പരീക്ഷിച്ചു, നബിമാരെ പോലും പരീക്ഷിച്ചു. तो नेकों को भी अल्लाह आजमाता है। അള്ളാഹു നല്ല ആൾക്കാരെയും പരീക്ഷിക്കും. अल्लाह से आजमाइश मांगना नहीं, അള്ളാഹുവിനോട് നമ്മൾ ഒരിക്കലും പരീക്ഷണത്തെ ചോദിച്ചു വാങ്ങാൻ പാടില്ല. क्योंकि हम कमजोर हैं, नहीं बर्दाश्त कर सकते। കാരണം നമ്മൾ ബലഹീനരാണ്, നമ്മൾക്ക് താങ്ങാൻ സാധിക്കില്ല. लेकिन आजमाइश आए, कोई भी आजमाइश आए, तो ये समझना कि ये 2 बातें हैं। नेक आदमी के लिए आजमाइश में 2 बातें हैं। एक उसके गुनाहों की माफ़ी है, दूसरे उसके दर्जों की बुलंदी है। എന്നാൽ നമുക്കെങ്ങാണ്ടും ഒരു പരീക്ഷണം വന്നാൽ, പ്രത്യേകിച്ച് നല്ല ആൾക്കാർക്ക് പരീക്ഷണം അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നത് 2 കാര്യത്തിന് വേണ്ടിയിട്ടാണ്. നല്ല ആൾക്കാർക്ക് പരീക്ഷണം ഉണ്ടാവുന്നത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്ന്, അവൻ്റെ പാപങ്ങൾ മാപ്പ് ചെയ്യിപ്പിക്കാൻ. 2, അവൻ്റെ ദറജാത്തുകൾ, അവൻ്റെ പദവികൾ ഉയർത്താൻ വേണ്ടി. 2 കാര്യത്തിന് വേണ്ടി. तो दुनिया इम्तिहान की जगह है। ദുനിയാവ് പരീക്ഷണത്തിന്റെ സ്ഥലമാണ് സഹോദരന്മാർ. इंसान नादान है, वो समझता है कि मैं दुनिया में मज़े उड़ाने आया हूँ। മനുഷ്യൻ വലിയ ബലഹീനനാണ്, മണ്ടനാണ്. അവൻ മനസ്സിലാക്കുന്നത് ഞാൻ ഈ ദുനിയാവിൽ ആസ്വദിക്കാൻ, അർമാദിക്കാൻ വേണ്ടി വന്നവനാണ്. ऐश करने आया हूँ, मज़े उड़ाने आया हूँ। ഇവിടെ ഞാൻ ഉല്ലസിക്കാൻ വേണ്ടി, ആനന്ദിക്കാൻ വേണ്ടി മാത്രം വന്നതാണ് എന്നാണ് മനുഷ്യൻ തന്നെ കുറിച്ച് ചിന്തിക്കുന്നത്. नबियों को भेजकर अल्लाह ने यह बताया कि इस धोखे से निकलो, ये मज़े उड़ाने की जगह नहीं है, ये आजमाइश की जगह है। നബിമാരെ അയച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ സന്ദേശം, ഈ വഞ്ചനയിൽ നിന്നും മനുഷ്യ നീ അതിലേക്ക് പുറത്തു കിടക്ക്, അതിൽ നിന്നും പുറത്തു കിടക്ക്. നീ ദുനിയാവിൽ വന്നത് ആനന്ദിക്കാൻ, ഉല്ലസിക്കാനല്ല, മറിച്ച് നീ പരീക്ഷണത്തെ നേരിടാൻ വേണ്ടിയിട്ടാണ്, പരീക്ഷയിൽ പാസ്സാവാൻ വേണ്ടിയിട്ടാണ്. इम्तिहान क्या है? പരീക്ഷ എന്താണ്? जीने के दुनिया में 2 रास्ते हैं। ജീവിക്കാൻ ദുനിയാവിൽ 2 വഴികളാണുള്ളത്. हर इंसान के लिए 2 रास्ते हैं। എല്ലാ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം 2 വഴികളാണ് ദുനിയാവിലുള്ളത്. एक रास्ता वैसे जीऊंगा जैसे मेरा जी चाहता है। ഒരു വഴി എന്താണ്? അത് ഞാൻ എൻ്റെ ജീവിതം ജീവിക്കും, നയിക്കും എനിക്ക് തോന്നിയതുപോലെ. मौलवी साहब, लोग बोलते हैं मौलवी साहब दुनिया आज़ाद है, ज़माना आज़ादी का है, बच्चा बच्चा आज़ाद है, क्या करेंगे हमारी मर्जी। ആൾക്കാർ നമ്മളോട് പറയും, മൗലവി സാബ് ദുനിയാവ് സ്വതന്ത്രമാണ്, ജീവിതം സ്വതന്ത്രമാണ്, എല്ലാ മനുഷ്യരും സ്വതന്ത്രരാണ്, കുട്ടികൾ, ആണുങ്ങൾ, പെണ്ണുങ്ങൾ എല്ലാവരും സ്വതന്ത്രരാണ്. എൻ്റെ ജീവിതം എനിക്ക് തോന്നിയതുപോലെ ഞാൻ ജീവിക്കും, മേരി മർസി, എൻ്റെ ഇഷ്ടം. ये हमारा रास्ता नहीं है। ഇത് നമ്മളുടെ വഴിയല്ല. तो क्या रास्ता है हमारा? നമ്മളുടെ വഴി ഏതാണ്? हमने अल्लाह से एक अहद किया है। നമ്മൾ അള്ളാഹുവിനോട് ഒരു കരാറ് പറഞ്ഞവരാണ്, കരാറിൽ ഏർപ്പെട്ടവരാണ്. कि तू हमारा रब है, നീ നമ്മുടെ റബ്ബാണ്, हम तेरे बंदे हैं। ഞങ്ങൾ നിന്റെ അടിമകളാണ്. किसको कहते हैं बंदा? അടിമ എന്ന വാക്ക് ആരെക്കുറിച്ചാണ് പറയപ്പെടുന്നത്? बंदा कहते हैं मानने वाला। അടിമ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുന്നവൻ, അനുസരിക്കുന്നവൻ. जिसकी मानता है उसका बंदा। നമ്മൾ ആരെ അംഗീകരിക്കുന്നു, ആരെ അനുസരിക്കുന്നു, അവന്റെ അടിമയാണ് നമ്മൾ. नफ्स का माने तो नफ्स का बंदा। തന്റെ ശരീരത്തിനെ അംഗീകരിക്കും, ശരീരത്തിനെയാണ് അനുസരിക്കുന്നതെങ്കിൽ അവൻ ശരീരത്തിന്റെ അടിമ. जमाने की माने तो जमाने का बंदा। കാലഘട്ടത്തിനെയാണ് അവൻ അനുസരിച്ച് നടക്കുന്നതെങ്കിൽ അവൻ കാലഘട്ടത്തിന്റെ അടിമ. हालात की माने तो हालात का बंदा। അവസ്ഥകൾക്കനുസരിച്ച് ജീവിക്കുന്നവനാണെങ്കിൽ അവൻ അവസ്ഥകളുടെ അടിമ.
दुनिया की माने तो दुनिया का बंदा, ദുനിയാവിനെയാണ് അവൻ പേടിക്കുന്നത് അനുസരിക്കുന്നതെങ്കിൽ അവൻ ദുനിയാവിന്റെ അടിമ. जोरू की मानिया तो പെണ്ണിനാണ് ഭാര്യനാണ് പേടിക്കുന്നത്, ഭാര്യനാണ് അനുസരിക്കുന്നതെങ്കിൽ मैं नहीं बोलता. ഞാൻ പറയൂല. तो बंदा कहते हैं मानने वाला. അടിമ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കുന്നവൻ, അനുസരിക്കുന്നവൻ. नहीं मानने वाले को कहते हैं बागी. അനുസരിക്കാത്തവൻ, അംഗീകരിക്കാത്തവനെ കുറിച്ച് പറയുന്നത് എന്താണ്? ബാഗി, बेटा നിഷേധി. बेटा बाप की बात न माने तो बाप गुस्सा करता है कि मेरा बेटा करो बोले तो करता नहीं, नको बोले तो करता है. जो करो कहता हूँ वो करता नहीं, जो नको बोलो बोलता है वो करता है. बागी मेरा बेटा बोलता है. ബാപ്പ പറയുന്നത് മകൻ കേട്ടിട്ടില്ലെങ്കിൽ ബാപ്പക്ക് ദേഷ്യം പിടിക്കും. ഞാൻ പറയുന്നത്, ചെയ്യാൻ പറയുന്നത് അവൻ ചെയ്യൂല, ചെയ്യണ്ടെന്ന് പറയുന്നത് അവൻ ചെയ്യും. ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യൂല, ചെയ്യണ്ടെന്ന് പറഞ്ഞാൽ ചെയ്യും. ഇവൻ ഒരു നിഷേധി തന്നെ, കുരുത്തം കെട്ടവൻ. तो भाइयों हम किसके बंदे? जमीन दुनिया के बंदे. സഹോദരന്മാരെ പറയും, നമ്മൾ ആരുടെ അടിമയാണ്? നമ്മൾ കാലഘട്ടത്തിന്റെ അടിമയാണോ? हालात के बंदे, അവസ്ഥയുടെ അടിമയാണോ? जमाने के बंदे. നമ്മൾ കാലത്തിന്റെ അടിമയാണോ? किसको देख के जिएंगे? നമ്മൾ ആരെ മാനിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കേണ്ടത്? हम जमाने को देख के नहीं जिएंगे. നമ്മൾ ഇന്നത്തെ അവസ്ഥകളും കാലഘട്ടത്തിന് അനുസരിച്ചിട്ടല്ല നമ്മൾ ജീവിക്കേണ്ടത്. दुनिया क्या कर रही है हम ये नहीं देखेंगे. നമ്മൾ ദുനിയാവിന്റെ പോക്ക് എങ്ങോട്ടാണോ അത് നോക്കിയിട്ടല്ല നമ്മൾ ജീവിക്കുന്നത്. हम एक के बंदे हैं, एक के बंदे. നമ്മൾ ഒരുവന്റെ, ഏകനായ ഒരുവന്റെ അടിമയാണ്. अल्लाह पाक कुरान करीम में फरमाते हैं वइदा सालक इबादी, वइदा सालक इबादी. ए मेरे प्यारे नबी, अगर ये लोग आपसे पूछें कि हमारा अल्लाह कौन है, हमारा रब कौन है, वो कहाँ है? वो अल्लाह जिसके सामने हम हाथ बांध के खड़े होते हैं, जिसके सामने हम ज़मीन पर माथा टेकते हैं, हाथ फैलाकर उससे दुआएं मांगते हैं, वो अल्लाह, वो कहाँ है? तो आप कह दीजिए वइदा सालक इबादी, अगर वो पूछें हमारा अल्लाह कहाँ है तो कह दीजिए फ़इन्नी करीब. वइदा सालक इबादी अन्नी फ़इन्नी करीब, वो तुम्हारे करीब है, करीब. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറയാണ്, നബിയെ താങ്കളോട് ചോദിക്കുന്നു, എന്നെ കുറിച്ച് ചോദിക്കാണ്. ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്ന നമ്മുടെ റബ്ബ് അവൻ എവിടെ? ഏത് റബ്ബിന്റെ മുമ്പിൽ കൈകെട്ടി നിൽക്കുന്നു? ഏത് റബ്ബിന്റെ മുമ്പിൽ കുനിയുന്നു? ഏത് റബ്ബിന്റെ മുമ്പിൽ നമ്മുടെ നെറ്റിത്തടം മണ്ണിൽ വെക്കുന്നു? ആ റബ്ബ് എവിടെ? നമ്മുടെ കാര്യങ്ങൾ നടത്തി തരുന്ന അള്ളാഹു നമ്മൾ ആരുടെ അടിമയാണോ അതിന്റെ ഉടമസ്ഥൻ എവിടെ എന്ന് ചോദിക്കുന്നു. അവരോട് പറയും, ഞാൻ ഏറ്റവും സമീപസ്ഥനാണ്. ഇന്നി കരീബ്, ഞാൻ ഏറ്റവും അടുത്തവനാണ്. कितना करीब है? എത്ര അടുത്തവൻ, എത്ര സമീപസ്ഥൻ. वनहनु अक़रबु इलैहि मिन हब्लिल वरीद. तुम्हारी जान की रग, इससे ज्यादा करीब तुम्हारा अल्लाह है. അവരോട് പറയും, ഞാൻ അവന്റെ ഏറ്റവും അടുത്തവനാണ്, സമീപസ്ഥനാണ്. എത്രത്തോളം അടുപ്പമുണ്ട്? അവന്റെ കണ്ഠനാടി, അവന്റെ കഴുത്തിലുള്ള അവന്റെ നാടി, അവന്റെ ജീവൻ നിലനിർത്തുന്ന അവന്റെ നാടി അവനോട് എത്രത്തോളം അടുപ്പമുണ്ടോ അതിനേക്കാളും അടുപ്പത്തിലാണ് ഞാൻ അവനോട് ചേർന്ന് നിൽക്കുന്നത്. यानी जितनी तुम्हारी जान तुम्हारे करीब है उससे ज्यादा तुम्हारा अल्लाह तुम्हारे करीब है. നിന്റെ ജീവൻ നിന്നുമായി എത്രമാത്രം സാമീപ്യമുണ്ടോ അതിനേക്കാൾ സമീപസ്ഥനാണ് ഞാൻ. मेरे बंदो मुझसे मांगो, എന്റെ അടിമയെ നിങ്ങൾ എന്നോട് ചോദിക്കിൻ. उजीबु दावत दाई इज़ा दान. तुम मुझसे मांगो, मैं तुम्हारी पुकार सुनता हूँ. ചോദിക്കുന്ന ആൾക്കാർ എന്നോട് ചോദിക്കിൻ, ഞാൻ നൽകാം നിങ്ങൾക്ക്. और तुम्हारी हाजत जरूरत पूरी करता हूँ. ഞാൻ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും പൂർത്തിയാക്കുന്നവനാണ്. उजीबु दावत दाई इज़ा दान फल्यस्तजीबु ली वलयुमिनु बी लअल्लहुम यरशुदून. मुझसे मांगो. അതുകൊണ്ട് നമ്മൾ ആരോട് ചോദിക്കണം? അള്ളാഹുവിനോട് ചോദിക്കണം. ചോദ്യത്തിന് മറുപടി തരാൻ തയ്യാറുള്ള അള്ളാഹുവിനോട് ചോദിക്കണം. कभी यह ख्याल नहीं आना चाहिए कि अल्लाह हमारी सुनता नहीं. നമുക്ക് ഒരിക്കലും ചിന്ത വരാൻ പാടില്ല അള്ളാഹു നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല എന്ന് തോന്നാൻ പാടില്ല. मायूस नहीं होना. ഒരിക്കലും അള്ളാഹുവിൽ നിരാശപ്പെടാൻ പാടില്ല. कभी कभी आदमी मायूस होकर कहता है हमारी कहाँ सुनता है अल्लाह. ചിലപ്പോഴെല്ലാം മനുഷ്യര് വളരെ നിരാശരായി പറയും, നമ്മളൊക്കെ പറഞ്ഞിട്ട് അള്ളാഹ് എവിടെ കേൾക്കാൻ? किसने कह दिया आपसे कि अल्लाह तुम्हारी नहीं सुनता?
ആരാണ് നിങ്ങളോട് പറഞ്ഞത് അള്ളാഹു നമ്മൾ പറയുന്നത് കേൾക്കുന്നില്ല എന്ന്? अरे कहाँ कुरान में है, हदीस में है, कहाँ है ഖുറാനിൽ എവിടെയുണ്ട്? ഹദീസിൽ എവിടെയുണ്ട്? कि तुम्हारी अल्लाह सुनता नहीं है? അള്ളാഹു കേൾക്കുന്നില്ല എന്ന് ഖുറാനിൽ എവിടെ പറഞ്ഞിട്ടുണ്ട്? ഹദീസിൽ എവിടെ പറഞ്ഞിട്ടുണ്ട്? अल्लाह तो कहता है मैं हर बंदे की सुनता हूँ. അള്ളാഹു പറയുന്നത് തിരിച്ചാണ്, ഞാൻ എല്ലാവരുടെയും എല്ലാ ദുആയും കേൾക്കുന്നവനാണ്, हर एक की सुनता हूँ. എല്ലാവരുടേതും കേൾക്കുന്നവനാണ് ഞാൻ. किसी जबान में दुआ मांगो. നിങ്ങൾ ഏത് ഭാഷയിൽ വേണമെങ്കിലും പറഞ്ഞോളിൻ, സംസാരിച്ചോളിൻ എന്നോട്. नमाज में तो कुरान पढ़ना है, लेकिन दुआ मलयालम में मांगो. നമസ്കാരത്തിൽ ഖുറാൻ അറബിയിൽ തന്നെ ഓതണം, പക്ഷെ ദുആയിൽ നിങ്ങൾ മലയാളത്തിൽ അല്ലാഹുവിനോട് പറഞ്ഞോളിൻ. वो दिल की जबान सुनता है, അവൻ ഹൃദയത്തിന്റെ ഭാഷ പോലും അറിയുന്നവനാണ്, दिल की धड़कन सुनता है. അവൻ ഹൃദയത്തിന്റെ സ്പന്ദനം അത് തിരിച്ചറിയുന്നവനാണ്. तो कभी मुसलमान को ये नहीं कहना चाहिए कि हमारी कहाँ अल्लाह कहाँ सुनता है. അതുകൊണ്ട് മുസ്ലിമിന് ഒരിക്കലും പറയൽ ഭൂഷണമല്ല, എൻ്റെ റബ്ബ് എവിടെ കേൾക്കുന്നു എൻ്റെ കാര്യങ്ങൾ, അവൻ എങ്ങനെ കേൾക്കാൻ എന്നെ കുറിച്ച്. हदीस शरीफ में आता है कि हर नमाज के बाद एक दुआ कबूल होती है. ഹദീസിലുണ്ട് എല്ലാ നമസ്കാരത്തിന് ശേഷം സ്വീകരിക്കപ്പെട്ട, തീർച്ചയായും സ്വീകരിക്കപ്പെടുന്ന ഒരു ദുആ ഉണ്ട്. नमाज पढ़ो, दुआ मांगो, एक दुआ कबूल होती है. നമസ്കരിക്കിൻ, ദുആ ചെയ്യിൻ, ഒരു ദുആ എന്തായാലും സ്വീകരിക്കും. जुमा के दिन एक दुआ कबूल होती है. ജുമാന്റെ ദിവസം ഒരു ദുആ സ്വീകരിക്കപ്പെടും. तहज्जुद के वक्त पर तो अल्लाह पुकारते हैं, अरे है कोई मगफिरत मांगने वाला, मैं उसकी मगफिरत करूं, है कोई हाजत तलब करने वाला, उसकी हाजत ज़रूरत पूरी करूं, जब हम सो रहे होते हैं. തഹജ്ജുദിന്റെ സമയത്താണെങ്കിലോ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങോട്ട് പറയും, ആരുണ്ട് എന്നോട് പാപമോചനം ചോദിക്കാൻ, ഞാൻ പാപമോചനം തരാൻ തയ്യാറാണ്. ആരുണ്ട് അവരുടെ ആവശ്യങ്ങൾ എന്നോട് ചോദിക്കാൻ, അവരുടെ ആവശ്യം ഞാൻ നിർവഹിച്ചു കൊടുക്കാൻ തയ്യാറുണ്ട്. हाँ, एक बात ज़रूर है कि दुआ तो हर दुआ कबूल होती है, लेकिन दुआ के कबूल होने के 3 तरीक़े हैं. എല്ലാ ദുആയും സ്വീകരിക്കപ്പെടും, പക്ഷെ ദുആ സ്വീകരിക്കുന്നതിന് 3 രീതികളാണുള്ളത്. एक ये है कि जो मांगा मिल गया. ഒന്ന്, എന്ത് ചോദിച്ചോ അത് അപ്പം തന്നെ കിട്ടുക, അതുപോലെ കിട്ടുക. तो आदमी समझता है मेरी दुआ कबूल हो गई, मैंने जो मांगा मिल गया. അപ്പം മനുഷ്യന് മനസ്സിലാവും, ഞാൻ എന്ത് ചോദിച്ചോ അത് കിട്ടി, ഞാൻ ചോദിച്ചു അത് കിട്ടി. कभी आदमी अपनी नादानी से ऐसी चीज मांगता है जो इसके लिए मुसीबत बनेगी. ചിലപ്പോൾ മനുഷ്യൻ തന്റെ മടയത്തരം കാരണമായി ചില കാര്യങ്ങൾ ചോദിക്കും, അത് കിട്ടിയാൽ അത് ചിലപ്പോൾ അവന് മുസീബത്തായി മാറാൻ സാധ്യതയുണ്ട്. लेकिन अल्लाह रऊफुर रहीम है, അള്ളാഹു ആണെങ്കിലോ റഊഫുർ റഹീമാണ്, वो नहीं देता. അള്ളാഹു അപ്പം തന്നെ അത് കൊടുക്കൂല. लेकिन वो दुआ भी कबूल करके उसका कोई बदल देता है. പകരം അള്ളാഹു സുബ്ഹാനഹു വ തആല അത് സ്വീകരിച്ച് അതിന് പകരമായി ചില വേറെ കാര്യങ്ങൾ കൊടുക്കുന്നതാണ്. या उसकी बरकत से इस पर आने वाली कोई बला मुसीबत दूर करता है. അല്ലെങ്കിൽ ചിലപ്പോൾ അയാൾക്ക് ഈ ദുആയുടെ പകരമായി അയാളുടെ മേൽ വന്ന് പതിക്കാവുന്ന എന്തെങ്കിലും ഒരു അപകടം, മുസീബത്തിനെ അള്ളാഹു ആ ദുആ കാരണം മാറ്റി കൊടുക്കുന്നതാണ്. आसमान से चली हुई बलाएं दुनिया की कोई ताकत रोक नहीं सकती, लेकिन बंदे की दुआ उसे भी रोक देती है. ആകാശത്തു നിന്നും ഒരു മനുഷ്യന് നേരെ പൊട്ടിപ്പുറപ്പെടുന്ന ബലാ മുസീബത്തുകൾ ഒന്നിനും തടുക്കാൻ സാധിക്കില്ല അവന്റെ ദുആ കൊണ്ടല്ലാണ്ട്, ആ ദുആ കൊണ്ടല്ലാണ്ട് ഒന്നിനും അതിനെ തടുക്കാൻ സാധിക്കുകയില്ല. तो हमें नहीं जानते कितनी बलाएं हमारी दुआओं से रुकी हैं. നമ്മൾക്കറിയില്ല നമ്മളുടെ മേൽ പതിക്കേണ്ടുന്ന എത്രയോ ബലാകൾ, എത്രയോ പരീക്ഷണങ്ങൾ നമ്മളുടെ ദുആ കാരണം അള്ളാഹു ചിലപ്പോൾ തടുത്ത് നിർത്തി കാണും. और एक तरीका यह है कि दुआ के कबूल होने में देर लगती है. പിന്നെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ ദുആ ചെയ്യും, ആ ദുആ സ്വീകരിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല കുറച്ച് കാലതാമസം, ദൈർഘ്യം അള്ളാഹു വെക്കും. मूसा अलैहिस्सलाम और हारून अलैहिस्सलाम മൂസ നബി അലൈഹിസ്സലാം, ഹാറൂൻ നബി അലൈഹിസ്സലാം दोनों नबी हैं. രണ്ടുപേരും നബിമാരായിരുന്നു. दोनों ने मिलकर दुआ मांगी രണ്ടുപേരും കൂടി ചേർന്ന് ദുആ ചെയ്തു. कि अल्लाह ये फिरौन रास्ते पर आता नहीं है, हम इसको कोशिश करते थक गए, लेकिन ये मानता नहीं है, अब तो तू इसे पकड़ ले. രണ്ടുപേരും ദുആ ചെയ്തു, ഈ ഫിറഔന് എത്ര നമ്മൾ പറഞ്ഞു മനസ്സിലാക്കിയിട്ടും നമ്മുടെ പരിശ്രമം പൂർത്തിയായി കഴിഞ്ഞിട്ടും നമ്മൾ എന്തുമാത്രം ശ്രമിച്ചിട്ടും അംഗീകരിക്കാൻ തയ്യാറില്ല, അവന്റെ അക്രമം നിർത്താൻ തയ്യാറില്ല, അതുകൊണ്ട് നീ ഇവനെ പിടിക്കല്ല. हिदायत पर आता नहीं है. ഇയാൾ എത്ര മെനക്കെട്ടിട്ടും ഹിദായത്തിലേക്ക് വരുന്നില്ല. बार बार कहता है मैं मान लूंगा, लेकिन मानता नहीं है. പല സമയത്ത് ഞാൻ അംഗീകരിക്കാൻ തയ്യാറുണ്ടെന്ന് വരും, അടുത്ത് വരും, പക്ഷെ അംഗീകരിക്കാൻ തയ്യാറുന്നില്ല. अब इस पर तू अपना हाथ डाल दे. അവന്റെ മേൽ നീ നിന്റെ കൈ, നീ അവനെ പിടിച്ചേക്കല്ല എന്ന് അവർ ദുആ ചെയ്തു. जवाब आया, അള്ളാഹുവിന്റെ ഭാഗത്ത് മറുപടി വന്നു. नबी है ना,
कलीमुल्ला अल्लाह से बात करते हैं तो जवाब आया कि तुम्हारी दुआ कबूल हो गई। അപ്പൊ അള്ളാഹുവിന്റെ ഭാഗത്ത് നിന്ന് മറുപടി വന്നു. കലീമുല്ല മൂസ നബി അലൈഹി ഇസ്ലാമിന്റെ പേരിൽപ്പെട്ടതാണ്. അള്ളാഹു അദ്ദേഹവുമായി സംസാരിച്ചിട്ടുണ്ട്. അള്ളാഹു പറഞ്ഞു, നിന്റെ ദുആ ഞാൻ സ്വീകരിച്ചു കഴിഞ്ഞു. अब हम फिरौन को पकड़ेंगे। ഇനി ഞാൻ ഫിർഔനിനെ പിടിക്കും. तो उलमा ने लिखा है कि दुआ कबूल हो गई, जवाब आ गया, उसके 40 साल के बाद फिरौन डूबा है। ഉലമാക്കൾ എഴുതിയിട്ടുണ്ട് തഫ്സീറിൽ, ദുആ ചെയ്തു, ആ ദുആക്ക് മറുപടി അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തു, ഞാൻ ഫിർഔനിനെ പിടിക്കാൻ പോവുകയാണ്. അതിനുശേഷം 40 വർഷത്തിന് ശേഷമാണ് ഫിർഔൻ മുങ്ങിയത്. वो जो डूबा है दुआ उस दुआ के 40 साल के बाद। ഫിർഔനിനെ അള്ളാഹു മുക്കിയത് ആ ദുആ ചെയ്തതിന് ശേഷം 40 വർഷത്തിന് ശേഷമാണ്. हम मस्जिद में आते हैं, 2 रकात पढ़ते हैं, दुआ मांगते हैं, वो हाथ फेर के पीछे फिर के देखते मदद आ गई। നമ്മളാണെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ പള്ളിയിൽ വന്ന് നമ്മൾ നമസ്കരിച്ച് ഒരു ദുആ ചെയ്ത് ദുആ കഴിഞ്ഞ് മുഖത്ത് നമ്മുടെ കൈകൾ വെച്ച് എന്നിട്ട് ഉടനെ നമ്മൾ തിരിഞ്ഞു നോക്കും. ദുആ നമ്മുടെ അള്ളാഹു നമ്മൾ ചോദിച്ച കാര്യം എത്തിയോ എന്ന് ഉടനെ തന്നെ പിറകോട്ട് തിരിഞ്ഞു നോക്കും. और मदद नहीं आई तो बोलते हैं हमारी कहाँ कबूल होती है। എന്നിട്ട് നമ്മൾ പറയും, ഓ വന്നിട്ടില്ല, നമ്മളൊന്നും ചോദിച്ചിട്ട് എന്ത് കാര്യം, കേൾക്കുന്നില്ലല്ലോ. तो कभी मायूस नहीं होने चाहिए। ഒരിക്കലും നമ്മൾ നിരാശപ്പെടാൻ പാടില്ല. हालात से घबरा कर अपना रास्ता नहीं छोड़ना चाहिए। ഒരിക്കലും അവസ്ഥയിൽ നമ്മൾ പരിഭ്രാന്തരായി പേടിച്ച് നമ്മളുടെ വഴി ഒരിക്കലും നമ്മൾ വിടാൻ പാടില്ല. ये है ला इलाहा इल्लल्लाह मुहम्मदुर, ये हमारा रास्ता है। ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ്, ഇതാണ് നമ്മളുടെ വഴി. बंदे अल्लाह के, നമ്മൾ അള്ളാഹുവിന്റെ അടിമകളാണ്. हुक्म देखेंगे अल्लाह का। നമ്മൾ അള്ളാഹുവിന്റെ കൽപ്പനകളാണ് നോക്കുന്നത്. उम्मती रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम के, നമ്മൾ ഉമ്മത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ. जिंदगी उनके रास्ते पे गुजारेंगे। ജീവിതം നമ്മൾ ആ നബിയുടെ വഴിയിലായിട്ടാണ് ചെലവഴിക്കുന്നത്. हम दुनिया वालों के तरीके पर नहीं चलेंगे। നമ്മൾ ദുനിയാവിന്റെ ആൾക്കാരുടെ വഴിയുടെ പിന്നാലെ അല്ല പോകുന്നത്. हम जमाने को नहीं देखेंगे, जमाने को नहीं നമ്മൾ देखेंगे, ഒരിക്കലും കാലഘട്ടത്തിനെ നോക്കുകയില്ല. कैसे लोग जी रहे हैं എങ്ങനെയാണെന്ന് ജനങ്ങൾ അവരുടെ ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് नहीं देखेंगे हम। അതിലേക്ക് നമ്മൾ നോക്കൂല. हाँ, हम नबी के उम्मती हैं, हम नबी का रास्ता देखेंगे। നമ്മൾ നബിയുടെ ഉമ്മത്താണ്, നമ്മൾ നബി കാണിച്ചു തന്ന വഴി മാത്രമാണ് നമ്മൾ നോക്കുന്നത്. ये है इम्तिहान ഇതാണ് നമ്മുടെ മേലുള്ള പരീക്ഷണം. कि जिंदगी जीना है, हुक्म देखना है अल्लाह का, अल्लाह के बंदे हैं, हुक्म देखेंगे अल्लाह का, नबी के उम्मती हैं, तरीक़ा देखेंगे मोहम्मदुर रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम का। इस पर चलने वाले का नाम है मुसलमान। സഹോദരന്മാരെ, നമ്മൾ അള്ളാഹുവിന്റെ അടിമകളാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പനകളെ നമ്മൾ ഓരോ ജീവിതത്തിന്റെ ഘട്ടത്തിൽ നമ്മൾ പാലിക്കും. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിയാണ്. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഴികൾ അനുസരിച്ച് അതിനെ പിൻപറ്റി നമ്മൾ ജീവിക്കും. അതുകൊണ്ടാണ് നമ്മളുടെ പേര് മുസൽമാൻ എന്നായത്. हर एक का एक नाम है, उसका एक काम है। ഓരോന്നിനും ഒരു പേരുണ്ട്, അതിന് ഒരു ജോലിയുമുണ്ട്. डॉक्टर, ഡോക്ടർ किसे कहते हैं? ആരെയാണ് പറയുന്നത്? बीमार को देखना, दवा देना, इलाज करना। വൈദ്യരെ, രോഗിനെ ചികിത്സിക്കുന്നവൻ, മരുന്ന് കൊടുക്കുന്ന ആള്, ചികിത്സിക്കുന്ന ആള്. लॉयर, ലോയർ, അഡ്വക്കേറ്റ് किसे कहते हैं? ആരെയാണ് പറയുന്നത്? कोर्ट में जाना, കോടതിയിൽ പോകുന്ന ആള്, जज को हमारा केस समझाना। ജഡ്ജിയെ നമ്മളെ കേസ് പോയി പറഞ്ഞു മനസ്സിലാക്കുന്ന ആള്. इंजीनियर, എഞ്ചിനീയർ, नक्शा बनाना, डैम बनाना, घर बनाना। പ്ലാൻ വരയ്ക്കുന്ന ആള്, ഡാമുകൾ ഉണ്ടാക്കുന്നവർ, ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുന്നവർ. तो हर एक का एक नाम है, എല്ലാവർക്കും ഒരു പേരുണ്ട്, उसका एक काम है। അവരുടെ ഒരു ജോലിയുണ്ട്. हमारा क्या नाम है? നമ്മളുടെ പേരെന്താണ്? एक हमारा नाम है, हमारे अम्मा बाबा ने जो रखा वो। ഒന്ന് നമ്മളെ ബാപ്പയും ഉമ്മയും നമുക്കിട്ടൊരു പേരുണ്ട്. നമുക്ക് हाँ, घर में बच्चा पैदा होता है, बड़े नाम रखते हैं, നമ്മളെ വീട്ടിൽ കുട്ടികൾ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ നല്ല നല്ല വലിയ വലിയ പേരുകൾ വെക്കും. वो अलग अलग नाम है। അത് വെവ്വേറെ വ്യത്യസ്ത പേരുകളായിരിക്കും. सब हमारा सबका एक नाम, പക്ഷെ നമുക്ക് എല്ലാവർക്കും കൂടി ചേർന്ന ഒരു പേരുണ്ട്. वो क्या है? അതെന്താണ്? मुस्लिम। മുസ്ലിം, മുസൽമാൻ. तो हमारा नाम तो अब्दुल करीम, अब्दुल सत्तार, अब्दुल रहमान, वो अम्मा बाबा ने रखा। मुसलमान नाम किसने रखा?
गवर्नमेंट ऑफ इंडिया रखी कि नहीं, केरला गवर्नमेंट रखी? നമ്മളുടെ പേര് അബ്ദുൽ കരീം, അബ്ദുൽ സത്താർ, അബ്ദുൾ റഹ്മാൻ, ഇത് നമ്മൾ ഉമ്മയും ബാപ്പയും വെച്ച പേരാണ്. പക്ഷെ മുസ്ലിം എന്ന പേര് ആരാണ് വെച്ചത്? ഇന്ത്യ ഗവൺമെന്റ് വെച്ചതാണോ, കേരള ഗവൺമെന്റ് വെച്ചതാണോ? तो हमारा नाम मुसलमान अल्लाह ने रखा. നമ്മളുടെ പേര് മുസൽമാൻ, മുസ്ലിം എന്ന് വെച്ചത് അള്ളാഹു ആണ്. कुरान करीम में है, ഇത് ഖുർആനിലുണ്ട്. मिल्लत अबीकुम इब्राहीम, मिल्लत अबीकुम इब्राहीम हुआ सम्माकुमुल मुस्लिमीन. मिल्लत अबीकुम इब्राहीम, ये तुम्हारा दीन जो है, यही दीन तुम्हारे बाप इब्राहिम का था, उन्हीं वही दीन है. हुआ सम्माकुमुल मुस्लिमीन, उन्होंने तुम्हारा नाम रखा मुसलमान. और उलमा कहते हैं कि नाम तो अल्लाह ने रखा, पुकारा खलीलुल्लाह ने. अल्लाह ने नाम रखा और मुसलमान किसने पुकारा? खलीलुल्लाह, इब्राहिम खलीलुल्लाह. कितना प्यारा नाम, अल्लाह ने नाम रखा, खलीलुल्लाह ने हमारा नाम पुकारा. काम क्या है? अरे काम कुछ नहीं, अरे काम कुछ नहीं, काम जो मर्जी करो. സോമരെ അള്ളാഹ് ഖുർആനിൽ പറയുന്നുണ്ട്, മില്ലത്ത് അബീക്കും ഇബ്രാഹിം വസമ്മാക്കുമുൽ മുസ്ലിമീൻ. അതായത് അള്ളാഹു സുബ്ഹാനഹു തആല പറയുന്നത്, ഈ നിങ്ങൾക്ക് നൽകിയ ദീൻ ഉണ്ടല്ലോ, ഇത് നിങ്ങളുടെ ഉപ്പാപ്പയായ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ അതേ വഴി തന്നെയാണ്. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു തആല നമ്മൾക്ക് പേരിട്ടു, നമ്മൾ മുസ്ലിം എന്ന് പേര് വെച്ചു. ഉലമാക്കൾ എഴുതുന്നുണ്ട്, ഉലമാക്കൾ പറയുന്നുണ്ട്, പേര് വെച്ചത് അള്ളാഹു ആണെങ്കിൽ അതിനെ ആദ്യമായിട്ട് ഉരുവിട്ടത്, അതിനെ ആദ്യമായി ചൊല്ലി വിളിച്ചത് അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമാണ്. എത്ര വലിയ കാര്യം! അള്ളാഹു പേരിടുക, എന്നിട്ട് അത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം എൻ്റെ നാവിലൂടെ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം അത് ഉരുവിടുക, പേര് പറയുക. അള്ളാഹു എത്ര ഉയർന്ന പേരാണ് നമ്മൾക്ക് നൽകിയിരിക്കുന്നത്. ഇത്ര ഉയർന്ന് നൽകിയ ഒരു പേര്, ആ പേരിന്റെ പിന്നിൽ ഒരു ജോലി ഉണ്ടാവൂലേ, എന്തെങ്കിലും ഒരു പണി ഉണ്ടാവൂലേ, എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം ഉണ്ടാവൂലേ? तो काम क्या है? എന്താണ് നമ്മുടെ ജോലി? काम कुछ नहीं, നമുക്കൊരു പണിയില്ലേ? जो मर्जी करो. നിങ്ങൾക്ക് എന്താണ് തോന്നിയത് അത് നിങ്ങൾ ചെയ്തോ, അങ്ങനെയാണോ? अरे हर एक का नाम है तो उसका काम है. എല്ലാവർക്കും ഒരു പേരിട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു 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 ജോലിയുമുണ്ട്, ഒരു പണിയുമുണ്ട്. छोटे से छोटे काम में उसका नाम है, उसका काम है. എന്തെങ്കിലും ഒരു ചെറിയ കാര്യത്തിന് ഒരു പേരുണ്ടെങ്കിൽ ആ കാര്യത്തിനെ കൊണ്ട് ഒരു പണിയുമുണ്ട്. तो इतना बड़ा नाम, ഇത്ര വലിയ പേര് നൽകിയിരിക്കുകയാണ്. काम क्या है? എന്താണ് പണി, എന്താണ് ജോലി? तो हर मुसलमान के दो काम हैं. എല്ലാ മുസ്ലിമിനും രണ്ട് ജോലികളാണുള്ളത്. एक इस रास्ते पर जीना, ഒന്ന് ഈ വഴിയിൽ ഈ വഴിയിൽ ജീവിക്കുക, ദീനിയായി ജീവിക്കുക. रास्ता है ला इलाहा इल्लल्लाह मुहम्मदुर रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम. ഏത് വഴി? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന വഴി. बंदे अल्लाह के, നമ്മൾ അള്ളാഹുവിന്റെ അടിമ, हुक्म देखेंगे अल्लाह का. അള്ളാഹിന്റെ കൽപ്പനകളാണ് നമ്മൾ നോക്കുന്നത് ജീവിതത്തിൽ. उम्मती रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम के നമ്മൾ ഉമ്മത്തിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ. तरीका देखेंगे रसूल सल्लल्लाहु अलैहि वसल्लम का. നമ്മൾ മാർഗം നോക്കുന്നത്, വഴി നോക്കുന്നത്, ജീവിക്കുന്നത് റസൂലുള്ളാഹിന്റെ രീതിയിൽ. इस पर चलने वाले का नाम है मुसलमान. ഇങ്ങനെ ജീവിക്കുന്നവന്റെ പേരാണ് മുസ്ലിം. ये इम्तिहान है ഇതാണ് നമ്മുടെ മേൽ പരീക്ഷണം. कि दुनिया में कौन किस रास्ते पे चलता है. ദുനിയാവിൽ ഓരോ മനുഷ്യരും അവർ ഏത് വഴിയിലൂടെയാണ് ചലിക്കുന്നത്. माल आता है तो किस रास्ते पे चलता है, गरीबी आती है तो किस रास्ते पे चलता है. സമ്പത്ത് വന്നാൽ അവൻ ഏത് വഴിയാണ് അവൻ തിരഞ്ഞെടുക്കുന്നത്, ദാരിദ്ര്യം വന്നാൽ അവൻ ഏത് വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത്. हालात अच्छे होते हैं किधर जाता है, അവസ്ഥ നന്നായാൽ അവൻ എന്ത് ചെയ്യും, അവസ്ഥ മോശമായാൽ എന്ത് ചെയ്യും, हालात बिगड़ते हैं कहाँ जाता है. അവസ്ഥ മോശമായി പോയാൽ അവൻ എന്ത് ചെയ്യും? एक ही रास्ता है, ഒരൊറ്റ വഴി. उसी पर आना है. അതിൽ നമ്മൾ ഓരോരുത്തരും അതിൽ വന്ന് ചേരണം. ये रास्ता है. ഇതൊരു വഴിയാണ്. यहाँ से बम्बई जाना, ഈ വഴി ഇതിലൂടെ പോയാൽ ബോംബെ എത്തും. कितनी पटरियां रेल की, ഒരു റെയിലിന് എത്ര എത്ര പാളമാണുള്ളത്? अरे बम्बई तक कितनी पटरियां भाई. ബോംബെ വരെ പോണ വണ്ടിയാണെങ്കിൽ എത്ര പാളം വേണം ഒരു റെയിലിന്? दो पटरी. രണ്ട് പാളം. गाड़ी दो पटरी पर है तो वो दिल्ली पहुंचेगी, बम्बई पहुंचेगी. ഈ വണ്ടി ഈ രണ്ട് പാളത്തിന്റെ മേൽ കയറി നിൽക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ വണ്ടി ബോംബെ എത്തും, ഡൽഹി എത്തും.
मंजिल पहुंचेगी, मंजिल को। അത് അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ സാധ്യതയുണ്ട്. जो मंजिल है वो मंजिल को पहुंचेगी, ആ ലക്ഷ്യത്തിലേക്ക് ആ വണ്ടി എത്തുക തന്നെ ചെയ്യും. लेकिन शर्त है 2 पटरी। പക്ഷേ എന്താണ് അതിന്റെ ഷർത്ത്, കണ്ടീഷൻ? അത് അതിന്റെ 2 പാളത്തിന്റെ മേൽ കയറി നിൽക്കണം. पटरी पर रहेगी तो देर हो या सवेर हो पहुंच जाएगी। ആ പാളത്തിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പം ഉടനെ തന്നെ, ചിലപ്പം വൈകിട്ടാണെങ്കിലും അത് ലക്ഷ്യത്തിൽ എത്തുക തന്നെ ചെയ്യും. जो एयर कंडीशन में बैठा है वो भी पहुंचेगा, जनरल डब्बे में बैठा है वो भी पहुंचेगा। എയർ കണ്ടീഷൻ വണ്ടി കമ്പാർട്ട്മെന്റിൽ കയറിയ ആളാണെങ്കിലും ശരി, ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറിയ ആളാണെങ്കിലും ശരി, പക്ഷെ അവരെല്ലാം ലക്ഷ്യസ്ഥാനത്തെത്തും. रिजर्वेशन वो भी पहुंचेगा, जनरल डब्बा वो भी पहुंच जाएगा। റിസർവേഷൻ ഉള്ളവനാണെങ്കിലും ജനറൽ കമ്പാർട്ട്മെന്റ് കയറിയ ആളാണെങ്കിലും ആ പാളത്തിലാണെങ്കിൽ, വണ്ടി പാളത്തിലാണെങ്കിൽ ലക്ഷ്യത്തിലെത്തും. पटरी से वो गाड़ी उतर गई പക്ഷെ വാഹനം പാളം തെറ്റി അതിൽ നിന്നും ഇറങ്ങിപ്പോയി. तो कौन पहुंचेगा? एयर कंडीशन वाला पहुंचेगा। അപ്പൊ ആരെത്തും? എയർ കണ്ടീഷൻകാർ എന്നാലും എത്തൂലേ ലക്ഷ്യത്തിലേക്ക്. ए तू जनरल डब्बे में है, तू नहीं पहुंचता, मैं रिजर्वेशन हूँ। നീ ജനറൽ കമ്പാർട്ട്മെന്റിലാണ്, പാളം തെറ്റി, നീ എത്തൂല. പക്ഷെ ഞാൻ എയർ കണ്ടീഷനിലാണ്, എന്തായാലും എത്തും. और रिजर्वेशन है मेरा। റിസർവേഷൻ കാരനാണ് ഞാൻ. देखो बम्बई तक रिजर्वेशन है। കണ്ടോ, ബോംബെ വരെ എനിക്ക് റിസർവേഷൻ ഉണ്ട്. गाड़ी पटरी पर रहो न करो, मैं पहुंचता हूँ। വണ്ടി പാളത്തിലാണെങ്കിലും ശരി, ഇല്ലെങ്കിലും ശരി, ഞാൻ എത്തുക തന്നെ ചെയ്യും. पहुंचेगा? എത്തുമോ? अरे बोलो भाई। പറയും സഹോദരേ. तो 2 पटरी है। അപ്പൊ വണ്ടിക്ക് 2 പാളമുണ്ട്. पैदा होने से लेकर मरने तक 2 पटरी, ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ 2 പാളത്തിലൂടെയുള്ള വഴി. जन्नत तक 2 पटरी। സ്വർഗം വരെ 2 പാളത്തിലൂടെയുള്ള വഴി. एक पटरी ला इलाहा इल्लल्लाह, दूसरी पटरी मोहम्मद रसूलुल्लाह। ഒരു പാളം ലാ ഇലാഹ ഇല്ലല്ലാഹ്, രണ്ടാമത്തെ പാളം മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. मंजिल सलामत है। മഞ്ചിൽ, ലക്ഷ്യം എന്താണ്? സലാമത്ത്, സമാധാനം, ശാന്തി. हम जन्नत से आए हैं, നമ്മൾ സ്വർഗത്തിൽ നിന്നും വന്നവരാണ്. जन्नत में जाना है। പോകേണ്ടതും സ്വർഗത്തിലേക്ക് തന്നെയാണ്. क्या रास्ता है? നമ്മുടെ വഴി ഏതാണ്? रास्ता है ला इलाहा इल्लल्लाह ലാ ഇലാഹ ഇല്ലല്ലാഹ് मोहम्मद റസൂൽ. यही तबलीग है। ഇതാണ് തബ്ലീഗ്. मुख्तसर यही तबलीग है ഇതാണ് തബ്ലീഗ്. ഇതാണ് ചുരുക്കത്തിൽ തബ്ലീഗ്. कि हमें इस रास्ते पर आना है। നമ്മൾക്ക് ഈ വഴിയിൽ തിരിച്ചെത്തേണ്ടതുണ്ട്. दूसरा काम, രണ്ടാമത്തെ ജോലി എന്താണ് ഈ പേരിന്റെ പേരിൽ? उम्मत को इस रास्ते पर लाना है। മുഴുവൻ ഉമ്മത്തിനെയും ഈ വഴിയിലേക്ക് ചേർക്കേണ്ടതുണ്ട്. दूसरों को रास्ते पर लाने का काम नबियों का था। മറ്റുള്ളവരെ ഈ വഴിയിലേക്ക് ചേർക്കുന്ന ജോലി നബിമാരുടെ ജോലിയായിരുന്നു. नबी तो होते ही थे रास्ते पे, നബിമാര് അവര് നേർവഴിയിൽ ആയിരുന്നു നേരത്തെ തന്നെ. वो तो थे ही रास्ते पे। അവരെപ്പോഴും നേർവഴിയിൽ തന്നെയായിരുന്നു. काम उनका क्या था? അവരുടെ ജോലി എന്തായിരുന്നു? दूसरों को रास्ते पर लाना। മറ്റുള്ളവരെ ഈ വഴിയിലേക്ക് കൊണ്ടുവരിക. अब नबी नहीं आएंगे, ഇനി നബി വരാനില്ല. हमारे नबी आखिरी हैं। നമ്മുടെ നബി അവസാനത്തെ നബിയായിരുന്നു. अब क़यामत तक नबी नहीं आएगा। ഇനി ഖിയാമത്ത് നാൾ വരെ ഒരു നബിയും വരാനില്ല. तो इंसानों को रास्ते पर लाने का काम कौन करेगा? അപ്പോൾ ഈ മനുഷ്യരെ ഈ നേർമാർഗത്തിലേക്ക് കൊണ്ടുവരേണ്ടുന്ന ജോലി ആരാണ് ചെയ്യുക? वो जो इंसानों को अंधेरे से निकालते थे, മുഴുവൻ മനുഷ്യരെയും അന്ധകാരത്തിൽ നിന്നും നബിമാർ അവർ പുറത്തേക്ക് എടുക്കുമായിരുന്നു. लितुखरिजन नास मिनज़्ज़ुलुमाति इला नूर। नबी हम भेजते हैं नबियों को, क्या करते हैं वो? लितुखरिजन नास, लोगों को निकालते हैं। कहाँ से? मिनज़्ज़ुलुमात, अंधेरों से। और कहाँ लाते हैं? इला नूर। എന്തായിരുന്നു നബിമാർ ചെയ്തിരുന്ന ജോലി? നബിമാർ അന്ധകാരത്തിൽ നിന്നും മനുഷ്യരെ പ്രകാശത്തിലേക്ക്, പ്രകാശത്തിന്റെ വീതിയിലേക്ക് കൊണ്ടുവരിക. അതായിരുന്നു നബിമാരുടെ ജോലി. अंधेरा सिर्फ रात का नहीं है। അന്ധകാരം അത് വെറും രാത്രിയുടെ അന്ധകാരം മാത്രമല്ല. गुनाह अंधेरा है, മനുഷ്യൻ ചെയ്യുന്ന പാപങ്ങൾ അത് അന്ധകാരമാണ്. नाफरमानी अंधेरा है। മനുഷ്യന്റെ അനുസരണക്കേട് അതും അന്ധകാരമാണ്. आज पूरे माहौल में अंधेरा है। ഇന്ന് മുഴുവൻ മാഹോല്, ചുറ്റുപാട്, അന്തരീക്ഷം നിറയെ അന്ധകാരമാണ്. गफलत का अंधेरा है। അവിടെ വിസ്മൃതിയുടെ അന്ധകാരം. इंसान अपने आने वाली आखिरत को भूल के जिंदगी गुजार रहा है। ഇന്ന് മുഴുവൻ മനുഷ്യരും വരാനിരിക്കുന്ന ഒരു ആഖിറമുണ്ട് എന്ന കാര്യത്തെ മറന്നുകൊണ്ട് ജീവിക്കുകയാണ്. वो कब्र हशर क़यामत से गाफिल है। ഖബർ, ഹശർ, മഹ്ശറ, സിറാത്ത് ഇതിനെക്കുറിച്ചെല്ലാം മനുഷ്യർ മറന്നുകൊണ്ട് ജീവിക്കുകയാണ്. तो नबी आते थे इन अंधेरों से निकालने। നബിമാർ വരുമായിരുന്നു ഈ അന്ധകാരത്തിൽ നിന്നും മനുഷ്യരെ ഉയർത്താൻ വേണ്ടി. रात का अंधेरा कोई बहुत खतरनाक नहीं है। രാത്രിയുടെ അന്ധകാരം ഒരു വലിയ അന്ധകാരമല്ല, അത് വലിയ അപകടകരമൊന്നുമല്ല. उसको हटाने के लिए हमें कुछ नहीं करना पड़ता। सुबह का सूरज निकलता है, रात का अंधेरा दूर हो जाता है। फालिकुल इस्बाह
फालिकुल इस्बाह, रात सुबह सूरज निकलता है, अंधेरा दूर हो जाता है। हम क्या करते हैं? രാത്രിയുടെ അന്ധകാരം നീങ്ങി കിട്ടാൻ അത്ര വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. രാത്രിയുടെ അന്ധകാരം ഒരു പകൽ വന്നാൽ, സൂര്യൻ വന്നാൽ അത് നീങ്ങിപ്പോകുന്നതാണ്. ഫാലിക്കുൽ ഇസ്ബാ. लेकिन माहौल का अंधेरा, പക്ഷേ മാഹോലിന്റെ അന്ധകാരം, ചുറ്റുപാടിന്റെ അന്ധകാരം, गफलत है दुनिया में, ലോകത്ത് ഗഫലത്ത്, വിസ്മൃതി, सब हम अपनी मंजिल भूल कर दौड़ रहे हैं। എല്ലാവരും അവരുടെ ലക്ഷ്യസ്ഥാനത്തെ മറന്നുകൊണ്ട് ഇന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. सूरज उस अंधेरे को दूर नहीं कर सकता। ആ അന്ധകാരത്തിനെ ഒരു സൂര്യന് ഒരിക്കലും വെളിച്ചത്തിലേക്ക് ആക്കാൻ സാധിക്കുകയില്ല. दिल का अंधेरा, അത് ഹൃദയത്തിന്റെ ഉള്ളിലുള്ള അന്ധകാരമാണ്. दिमाग का अंधेरा, അവന്റെ തലച്ചോറിന്റെ ഉള്ളിലുള്ള അന്ധകാരം, गुनाहों का अंधेरा। അവന്റെ പാപങ്ങൾ കാരണമുണ്ടായ അന്ധകാരം. गुनाह अंधेरा है, പാപങ്ങൾ അന്ധകാരമാണ്, इन ഇരുട്ടാണ്. इन अंधेरों को सूरज नहीं दूर कर सकता। ഈ ഇരുട്ട് സൂര്യൻ വന്നാൽ പോകുന്ന ഇരുട്ടല്ല. इन अंधेरों को दूर करने के लिए अल्लाह नबी भेजता था। ഈ ഇരുട്ടിനെ പോക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വതആല നബിമാരെ അയച്ചിരുന്നത്. अब नबी नहीं आएंगे ഇനിയൊരു നബി വരാനില്ല. तो क्या दुनिया अंधेरों में जिएगी? ഈ ദുനിയാവ് സ്ഥിരമായി ഇരുട്ടിൽ തന്നെ ആയിരിക്കണമെന്നാണോ? अल्लाह के बंदों को छोड़ दिया जाएगा अंधेरों में जिए? ഈ അടിമകൾ മുഴുവനും ഇരുട്ടിൽ തന്നെ ജീവിക്കണമെന്നാണോ? उसके लिए अल्लाह ने हुजूर की उम्मत को हुजूर वाला काम दिया। ഇതിനാണ് അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തിന് നബിയുടെ ജോലി നൽകിയിരിക്കുന്നത്. आपने हज्जतुल विदा में फरमाया, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹജ്ജത്തുൽ വിദായിൽ പറഞ്ഞു. आपने पूछा, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു. 1.25 लाख सहाबा, 1.25 ലക്ഷം സഹാബാക്കൾ മുന്നിൽ, अरफात का मैदान, അർഫയുടെ മൈതാനം, वो मुबारक मैदान എത്ര പവിത്രമായ മൈതാനം. कि 9 ज़िलहिज्जा को कोई वहां से गुजर जाए, उसकी जिंदगी भर के गुनाह माफ हो जाते हैं। അതേത് മൈതാനമാണ്? 9 ദുൽഹജ്ജയിൽ ഏതെങ്കിലും മനുഷ്യൻ അതിലൂടെ ഒന്ന് കടന്നു പോയാൽ മതി, അവൻ ജീവിതത്തിൽ ചെയ്ത എല്ലാ പാപങ്ങളും അള്ളാഹു മാപ്പാക്കി കൊടുക്കും. उस मुबारक मैदान में ആ പവിത്രമായ മൈതാനത്ത് വെച്ച് सहाबा का मजमा, സഹാബാക്കളുടെ മജ്മ, ये मजमा केरला वालों का, ഈ മജ്മ, ഈ കൂടിയിരിക്കുന്ന സദസ്സ് കേരളക്കാരുടെ സദസ്സ്, वो मजमा सहाबा का। ആ സദസ്സ് സഹാബാക്കളുടെ സദസ്സ്, മജ്മ. हुजूर ने पूछा, क्या मैंने अल्लाह का पैगाम तुम तक पहुंचाया? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് ചോദിച്ചു, ഞാൻ അള്ളാഹുവിന്റെ സന്ദേശം നിങ്ങൾ വരെയും എത്തിച്ചില്ലയോ? सब ने कहा कि आपने पहुंचाया, पहुंचाने का हक अदा कर दिया। സഹാബാക്കൾ മറുപടി പറഞ്ഞു, താങ്കൾ എത്തിച്ചു, അത് എത്തിക്കുന്നതിന്റെ കടമയെ താങ്കൾ പൂർത്തിയാക്കി. हुजूर ने अपनी शहादत की उंगली आसमान की तरफ उठाई, अल्लाहुम्मा शहद, अल्लाहुम्मा शहद, अल्लाहुम्मा शहद, अल्लाह ये जो कह रहे हैं तू गवाह है। റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഷഹാദത്തിന്റെ ചൂണ്ടുവിരൽ മേലോട്ട് ആകാശത്ത് കാണിച്ചു. എന്നിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുമ്മ അഷ്ഹദ്, അല്ലാഹുവേ നീ സാക്ഷി, അല്ലാഹുവേ നീ സാക്ഷി, അല്ലാഹുവേ നീ സാക്ഷി. फिर फरमाया कि मैंने तुम तक पहुंचाया है, आगे पहुंचाना तुम्हारा काम है। റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഞാൻ നിങ്ങളിലേക്ക് ഈ സന്ദേശം എത്തിച്ചു, ഇനി മുന്നോട്ടേക്ക് ഈ സന്ദേശം എത്തിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. जो पैगाम अल्लाह ने मुझे दे के भेजा, मैंने तुम तक पहुंचाया। तुम जो गवाही दे रहे हो कि पहुंचाया, अब आगे पहुंचाना तुम्हारा काम है। ഏതൊരു സന്ദേശം ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചോ, നിങ്ങൾ അതിന് സാക്ഷ്യം വഹിച്ചോ, ആ സന്ദേശം ഇനി മുന്നോട്ടേക്ക് എത്തിക്കേണ്ട ഉത്തരവാദിത്തം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. इमाम मालिक रहमतुल्लाहि अलैह, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, ये मदीने के इमाम हैं, അദ്ദേഹം മദീനയിലെ ഇമാമായിരുന്നു. वहीं पैदा हुए, वहीं पूरी जिंदगी गुजरी, അദ്ദേഹം അവിടെ ജനിച്ചു, അവിടെ തന്നെ അദ്ദേഹത്തിന്റെ ജീവിതം പൂർണ്ണമായി ചെലവഴിച്ചവർ. जन्नतुल बकी में हैं। ജന്നത്തുൽ ബക്കീലാണ് അദ്ദേഹത്തിന്റെ കബറടക്കിയത്. ये 4 अइम्मा में एक इमाम है इमाम मालिक। ഒരു 4 ഇമാമിങ്ങളിൽ ഒരു ഇമാമാണ് ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി. वो फरमाते हैं कि मैंने मक्के मदीने में सहाबा की खबरें तलाश की, मुझे 10,000 मिले। ഞാൻ മക്കയിലും മദീനയിലും, അദ്ദേഹം പറയാണ്, ഞാൻ മക്കയിലും മദീനയിലും സഹാബാക്കളുടെ ഖബറുകൾ ഞാൻ തെരഞ്ഞു, എനിക്ക് ആകെ കിട്ടിയത് 10,000-ഓളം ഖബറുകളാണ്. वहाँ 1.25 लाख हज के मैदान में थे। 1.25 ലക്ഷം സഹാബാക്കൾ ഹജ്ജിന്റെ മൈതാനത്തുണ്ടായിരുന്നു. और ये कहते हैं मुझे 10,000 की खबरें मिली। പക്ഷെ ഞാൻ എണ്ണി നോക്കുമ്പോൾ വെറും 10,000-ഓളം സഹാബാക്കൾ മാത്രമേ, അവരുടെ ഖബറുകൾ മാത്രമേ ഈ മദീനയിലുള്ളൂ. बाकी कहाँ गए? ബാക്കി എവിടെ പോയി? कहाँ गए भाई? എവിടെ പോയി പറയും? सारी दुनिया में फैल गए। അവർ മുഴുവൻ ദുനിയാവിലും അവർ പരന്നു, എല്ലാ രാജ്യത്തെയും അവരെത്തി. हुजूर का पैगाम लेके पहुंचे। റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സന്ദേശവുമായി അവർ യാത്ര ചെയ്തു. कल मैंने सुनाया था बयान में ഞാൻ ഇന്നലെ ബയാനിൽ നിങ്ങളോട് പറയുകയുണ്ടായി, कि हम हुजूर के पहले मेजबान मदीने के हजरत अबू अयूब अंसारी
रज़ी अल्लाह ताला अन्हो, जो खुशनसीब कि हुजूर उनके घर में 7 महीने ठहरे। റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിൽ വന്നപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആതിഥേയനായ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹം എത്ര വലിയ ഭാഗ്യവാനായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തിന്റെ വീട്ടിൽ 7 മാസം അദ്ദേഹത്തിന്റെ വീട്ടിൽ താമസിച്ചു. जब हुजूर हिजरत करके आए റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിജ്റത്ത് ചെയ്ത് മദീനയിലെത്തിയപ്പോൾ तो मदीने का हर आदमी चाहता था हुजूर मेरे घर में ठहरे। മദീനയിലെ മുഴുവൻ ആളും ആഗ്രഹിച്ചിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എൻ്റെ വീട്ടിൽ താമസിക്കണമെന്ന്. जाहिर है कि हुजूर किसी के घर में ठहरेंगे। റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായും ഏതെങ്കിലും ഒരു വീട്ടിൽ താമസിക്കുമെന്ന് അവർക്ക് അറിയാമായിരുന്നു. तो हुजूर ने फरमाया मेरी ऊँटनी को छोड़ दो, वो जाके जहाँ बैठेगी वो अल्लाह का इशारा होगा, मैं उसके घर ठहरूंगा। റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, എൻ്റെ ഒട്ടകത്തെ വിട്ടേക്ക്, ആ ഒട്ടകം എൻ്റെ ഒട്ടകം എവിടെ പോയി മുട്ടുകുത്തുന്നോ അത് അവിടെ ഞാൻ താമസിച്ചു കൊള്ളാം. वो अल्लाह का इशारा होगा। ഇത് അള്ളാഹുവിന്റെ ഭാഗത്തുനിന്നുള്ള ഇഷാര സൂചനയാണ്. वो ऊँटनी आके बैठी हजरत अबू अय्यूब अंसारी के घर पे। ആ ഒട്ടകം വന്ന് മുട്ടുകുത്തിയത് അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിന്റെ മുന്നിൽ. हुजूर ने फरमाया इनके घर ठहरता हूँ। ഞാൻ ഈ വീട്ടിൽ താമസിക്കാമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. 7 महीने हुजूर उनके घर ठहरे। 7 മാസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ വീട്ടിൽ താമസിച്ചു. उस अरसे में मस्जिद नबी बनी, हुजूर के लिए हुजरे बने। ആ ഇടവേളയിലാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പള്ളി ഉണ്ടാക്കപ്പെട്ടത്, നബി തങ്ങളുടെ വീട് ഹുജ്റ ഉണ്ടാക്കപ്പെട്ടത്. फिर हजरत अबू अय्यूब अंसारी के घर से 7 महीने के बाद हुजूर अपने हुजरे में आए। റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 7 മാസം പിന്നിട്ടപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തങ്ങളുടെ വീട്ടിലേക്ക് താമസം മാറ്റി. वो अबू अय्यूब अंसारी उनका मज़ार है तुर्की में। ആ അബൂ അയ്യൂബ് അൻസാരി റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ ഖബർ ആക്കിയത്, തന്റെ ഖബർ എത്തിച്ചത് എവിടെയാണ്? തുർക്കിയിലെത്തി. അദ്ദേഹത്തിന്റെ ഖബർ തുർക്കിയിലാണ്. अभी हम 2 महीने पहले मैं गया था, 2 മാസം മുമ്പ് ഞാൻ പോയിരുന്നു തുർക്കിയിൽ. वहाँ पूरे यूरोप का इज्तिमा था। അവിടെ യൂറോപ്പിന്റെ മുഴുവൻ ഇജ്തിമ ഉണ്ടായിരുന്നു. जैसे अभी तुम्हारा पूरे केरला का जोड़ हो रहा है, ഇപ്പൊ നിങ്ങളുടെ കേരളത്തിന്റെ ജോഡുള്ളത് പോലെ पूरे काम करने वाले मुख्तलिफ ज़िलों के आए हैं। കേരളത്തിലെ ദീന്റെ പരിശ്രമം ചെയ്യുന്ന ജില്ലയിലുള്ള പല ജില്ലയിലുള്ള കൂട്ടുകാർ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് പോലെ वहाँ तुर्की इस्तंबुल, वहाँ पूरे यूरोप के काम करने वाले जगह थे। തുർക്കി ഇസ്തംബൂളില്, അതിന്റെ ക്യാപിറ്റൽ ഇസ്തംബൂളില് യൂറോപ്പിലുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്ന് ദീനിന്റെ പരിശ്രമം ചെയ്യുന്നവർ ഒരുമിച്ച് കൂടിയിരുന്നു. मैं गया था उसमें। ഞാൻ പോയിരുന്നു. 30 यूरोप के 30 मुल्कों के लोग इस्तंबुल में जमा हुए थे। യൂറോപ്പിലെ 30 രാജ്യങ്ങളിലുള്ള ആൾക്കാർ ആ ഇസ്തിമയിൽ പങ്കെടുത്തിരുന്നു. हाँ, जैसे अब तुम्हारे आया ना त्रिवेंद्रम, कोल्लम, पत्तिनांतोट्टा, वहाँ 30 मुल्क यूरोप के, हाँ, फ्रांस, जर्मनी, हॉलैंड, इंग्लैंड, स्विट्जरलैंड, इटली, 30 मुल्क जहाँ दिन का काम कर रहे हैं, तबलीग का काम हो रहा है, वो सब वहाँ जमा हुए थे। ഏതുപോലെ നിങ്ങളുടെ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട എന്ന ജില്ലകളൊക്കെ ഒരുമിച്ച് കൂടിയതുപോലെ അവിടെ കൂടിയത് 32 രാജ്യങ്ങളിൽ നിന്ന് 30 രാജ്യക്കാർ അവിടെ ഒരുമിച്ച് കൂടി. ഹോളണ്ട്, ജർമ്മനി, ഇംഗ്ലണ്ട്, ബെൽജിയം, ഫ്രാൻസ്, അവരെല്ലാവരും അവിടെ ഒരുമിച്ച് കൂടി. इज्तिमा के बाद हम हजरत अबू अय्यूब अंसारी के बाजार पर गए ज़ियारत के लिए। ഇസ്തിമയ്ക്ക് ശേഷം അദ്ദേഹത്തിന്റെ ഖബർ കാണാൻ വേണ്ടി നമ്മൾ പോയി. उनकी खबर है इस्तंबुल में। അദ്ദേഹത്തിന്റെ ഖബർ ഇസ്തംബൂളിലാണ്. इस्तंबुल शहर 2 पार्ट है, 2 पार्ट, एक पार्ट यूरोप में है, एक पार्ट एशिया में है। ഇസ്തംബൂൾ സിറ്റി അത് 2 ഭാഗമാണ്. അതിന് ഒരു ഭാഗം, ഒരു നദിയുടെ ഒരു ഭാഗം ഏഷ്യ ആണെങ്കിൽ ഒരു ഭാഗം യൂറോപ്പാണ്. രണ്ടിലും കൂടി നിലനിൽക്കുന്ന സ്ഥലമാണ് ഇസ്തംബൂൾ. तो ये यूरोप के पार्ट में है इनका बाजार। ഇദ്ദേഹത്തിന്റെ ഖബറുള്ളത് യൂറോപ്യൻ ഇസ്തംബൂളിലാണ്. तो कितनी बड़ी कुर्बानी है। എത്ര വലിയ ത്യാഗം. मदीना छोड़ा, മദീന വിട്ടു. वो घर जिसमें हुजूर 7 महीने ठहरे वो कुर्बान किया। ഏത് വീട് വിട്ടു? അദ്ദേഹം ഏത് വീട്ടിൽ നിന്നാണ് ഇറങ്ങി വന്നത്? ഏത് വീട്ടിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 7 മാസം താമസിച്ചു? ആ വീട് വിട്ടു അദ്ദേഹം പുറപ്പെട്ടു. तो क्या हुआ? എന്ത് സംഭവിച്ചു? പകരം पूरा मुल्क इस्लाम में आया। ആ രാജ്യം മുഴുവനായി ഇസ്ലാമിലേക്ക് വന്നു. तुर्की में कोई गैर मुस्लिम नहीं है, തുർക്കിയിൽ ഒരു ഗൈർ മുസ്ലിം പോലുമില്ല. सब के सब 100% मुसलमान। എല്ലാവരും 100% മുസ്ലിമീങ്ങൾ മാത്രം. कोई कारोबार करने गया बाहर से और कोई मुलाजिमत करने गया वो अलग बात है, वरना तुर्क वो मुसलमान है। തുർക്കിയിൽ ചിലപ്പം ഏതെങ്കിലും ജോലിക്ക് പോയ ആൾക്കാർ, ചിലപ്പോൾ എന്തെങ്കിലും കച്ചവടത്തിന് പോയി അവിടെ സെറ്റിൽ ചെയ്ത ആൾക്കാരൊക്കെ
വേറെ ആരും തന്നെ ഇല്ല. 100% 100% മുസ്ലിമീങ്ങൾ. ये उनकी कुर्बानियां थी ഇത് അദ്ദേഹത്തിന്റെ കുർബാനിയാണ്, ത്യാഗമാണ്. कि दुनिया में दीन फैला. ദുനിയാവിൽ മുഴുവനും ദീൻ ഉണ്ടാകുന്നതിന് കാരണമായി. वो अपना हक अदा कर गए. അദ്ദേഹം അദ്ദേഹത്തിന്റെ കടമ പൂർത്തിയാക്കി. उनकी बरकत से हम मुसलमान हैं. അദ്ദേഹത്തിന്റെ ബർക്കത്ത് കാരണമായി നമ്മൾ മുസ്ലിമീങ്ങളായി. हमारे जिम्मे कुछ भी नहीं है. നമ്മൾ ഉത്തരവാദിത്തത്തിൽ ഒന്നുമില്ലേ? वो हक अदा करके गए, हम करेंगे. आगे आने वाली नस्लों में दीन आएगा. അവരുടെ കടമ അവര് നിറവേറ്റിയപ്പോൾ നമ്മൾ മുസ്ലിമീങ്ങളായതുപോലെ നമ്മൾ നമ്മുടെ കടമ വീട്ടിയാൽ ഇനി വരാനിരിക്കുന്ന പരമ്പരകൾ അതിൽ ഇസ്ലാം ഉണ്ടായിത്തീരുന്നതാണ്. यही तबलीग है ഇതാണ് തബ്ലീഗ്. कि खुद रास्ते पे आना, पूरी उम्मत को रास्ते पे लाना. സ്വയം ഈ വഴിയിൽ എത്തിച്ചേരൽ, ഈ വഴിയിലാകൽ, മുഴുവൻ ഉമ്മത്തിനെയും ഈ വഴിയിൽ കൊണ്ടുവരൽ, उसके लिए जान माल लगाना. അതിനുവേണ്ടി സമ്പത്തും സമയം ചെലവഴിക്കൽ. हक ये है कि सब लगाना चाहिए. ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ എന്തായിരുന്നു എന്ന് വെച്ചാൽ മുഴുവൻ സമ്പത്തും മുഴുവൻ സമയവും നമ്മൾ ഓരോരുത്തരും ഇതിനു വേണ്ടി ചെലവഴിക്കണമായിരുന്നു. जैसे अबू अय्यूब अंसारी इस्तांबुल में जाके खबर बना ली. ഏതുപോലെ ഹദ്രത്ത് അബൂ അയ്യൂബ് അൻസാരി അദ്ദേഹത്തിന്റെ ജീവിതം ചെലവഴിച്ചു. അദ്ദേഹത്തിന്റെ ഖബർ തുർക്കിയിലാക്കിയതുപോലെ हक ये है कि सब कुछ लगाना चाहिए. നമ്മൾ ശരിക്കും ചെയ്യേണ്ടിയിരുന്നത് കടമ എന്താണെന്ന് വെച്ചാൽ 100% സമ്പത്തും സമയം നമ്മൾ ദീനിനു വേണ്ടി ചെലവഴിക്കണമായിരുന്നു. लेकिन हम कमजोर हैं, പക്ഷെ നമ്മൾ ബലഹീനരാണ്. हमारे बस में इतना नहीं है. നമ്മളെ കൊണ്ട് അത്രയൊന്നും സാധിക്കുകയില്ല. तो इस तबलीग के काम में कहते हैं कि भाई 2 दर्जे हैं. അതുകൊണ്ട് തബ്ലീഗിൽ പറയുന്നു 2 പദവി, 2 രീതിയാണുള്ളത്. 3 हिस्से करो. ഒന്ന് 3 ഭാഗമായിട്ട് ഇതിനെ വീതിക്കിൻ. 2 हिस्से अपने दुनिया के लिए, 1 हिस्सा दीन के लिए. 2 ഭാഗം സ്വന്തമായി നിങ്ങൾ ഉപയോഗിച്ചോളിൻ, 1 ഭാഗം ദീനിന് വേണ്ടി കൊടുക്കിൻ. 4 महीने वो 3 हिस्से में का 1 हिस्सा है. 4 മാസം ആ 3-നെ ഒരു കൊല്ലത്തെ 3 ആക്കിയാൽ കിട്ടുന്ന സമയമാണ്. तो 3 हिस्से करो तो 8 महीने अपनी दुनिया के लिए. 3 ആക്കി വീതിച്ചാൽ ഒരു കൊല്ലത്തിന് 8 മാസം നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ദുനിയാവിന് വേണ്ടി ഉപയോഗിച്ചോളിൻ. और 4 महीने अल्लाह के दीन के लिए लगाओ. 4 മാസം നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിലായി ചെലവഴിക്കിൻ. ये आला दर्जा है. ഇത് ഏറ്റവും ഉയർന്ന ദർജയാണ്. और एक उससे कम का दर्जा ഒന്ന് അതിന്റെ താഴത്തെ ഒരു ദർജ ഉണ്ട്. कि 10 हिस्से करो, അതിനെ ജീവിതത്തിനെ 10-1 1 हिस्सा अल्लाह के दीन के लिए लगाओ. അതിന്റെ ഒരു ഭാഗം 10-1 അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ ചെലവഴിക്കിൻ. 9 हिस्से दुनिया के लिए. 9 ഭാഗവും നിങ്ങൾ ദുനിയാവിന്റെ ആവശ്യത്തിന് വേണ്ടി ചെലവഴിച്ചോളിൻ. कारोबार, कचौड़ों, बीवी, बच्चे, ये 9 हिस्से दुनिया के लिए लगा दो. अरे भाई 1 हिस्सा दीन के लिए लगा दो. കച്ചവടത്തിന്, കൃഷിക്ക്, ഭാര്യക്ക്, മക്കൾക്ക്, വീട്ടിന് വേണ്ടി 9 ചെലവഴിച്ചോളിൻ. അതിൽ 1 അള്ളാഹുവിന്റെ മാർഗത്തിലായി നിങ്ങൾ ചെലവഴിക്കിൻ. 10 हिस्से करके 1 हिस्सा दीन के लिए लगा दो. 10-1 ആക്കി ഒരു ഭാഗം അള്ളാഹുവിന്റെ മാർഗത്തിലേക്ക് ചെലവഴിക്കിൻ. 1 हिस्सा लगाएंगे क्या मिलेगा? അതിന്റെ ഒരു ഭാഗം ചെലവാക്കിയാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? 1 के 10 मिलेंगे. 1-ന് പകരം 10 കിട്ടും. 9 हिस्से जो दुनिया के ऊपर लगाए, जान खपा दी, जिंदगी लगा दी, जवानी लगा दी, अक्ल, समझ, खुवत, ताकत, जो कुछ अल्लाह ने दिया वो सब दुनिया पर लगा दिया. क्या मिलेगा? अरे क्या मिलेगा? कुछ भी नहीं, सब गया पेरियार में. 9 നിങ്ങൾ എന്ത് ചെയ്തു? നിങ്ങളുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടി നിങ്ങൾ ചെലവഴിച്ചു. നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ കഴിവുകൾ എല്ലാം നിങ്ങൾ കൊണ്ടേ ജീവിതം മുഴുവനും നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടി ചെലവഴിച്ചു. പോകുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒന്നും കിട്ടില്ല, പെരിയാറിൽ മുങ്ങിപ്പോകും എല്ലാം. और एक जो दीन के लिए लगाया उसके 10 मिलेंगे. ഒന്ന് നിങ്ങൾ നിങ്ങളുടെ ദീനിന് വേണ്ടി ചെലവഴിച്ചാൽ അള്ളാഹു അതിന് 10 ഇരട്ടിയായി നിങ്ങൾക്ക് നൽകും. तो तबलीग में कुरान से, हदीस से, अब इसकी तफसील का वक्त नहीं है, एक कुरान की आयत से और हुजूर की हदीस से तबलीग वालों ने ये पैगाम निकाला कि 10वां लगा देंगे हम आखिरी ज़माने के मुसलमान, कमज़ोर ज़माने के, अगर हम 10वां भी लगा देंगे तो इंशाल्लाह नाजात पा जाएंगे. അപ്പോൾ അതുകൊണ്ട് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നുള്ള നിർദ്ദേശം അതെടുത്ത് ഉലമാക്കൾ നമ്മൾക്ക് മനസ്സിലാക്കി തരികയാണ്. നമ്മൾ അവസാന കാലഘട്ടത്തിലെ ബലഹീനരായ മുസ്ലിമീങ്ങളായതുകൊണ്ട് നമ്മളെ ജീവിതത്തിന്റെ 10-1 നമ്മൾ ചെലവഴിച്ചാൽ നമ്മൾ വിജയിക്കാൻ, രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്. तो क्या मिलेगा? എന്ത് കിട്ടും പകരം? 1 के 10 मिलेंगे. 1-ന് 10 ആക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു തരും. दुनिया बेवफा है. ദുനിയാവ് വിശ്വസിക്കാൻ കൊള്ളാത്ത വഞ്ചനയുടെ വസ്തുവാണ്. वो जो 9 हिस्से लगाए वो गए पानी में, पेरियार में.
സമ്പത്ത് ചെലവാക്കി നമ്മൾ ദുനിയാവിന് വേണ്ടി അത് മുഴുവനും ദുനിയാവിൽ ഒഴിവായി പോവും, നശിച്ചു പോവും, അത് പെരിയാറിൽ മുങ്ങിപ്പോവും. और हम खाली हाथ दुनिया से गए, നമ്മൾ ഒന്നുമില്ലാണ്ട് ദുനിയാവിൽ നിന്ന് പോകേണ്ടി വരും. लेकिन अगर 10वां भी दीन के लिए लगा दिया तो मरने के वक्त पर 1 के 10 मिलेंगे. അതോ പക്ഷേ 10-1 നമ്മൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിച്ചാൽ അത് നാളെ ആഖിറത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ 10 ഇരട്ടിയാക്കി നമുക്ക് തിരികെ നൽകും. रोजाना 2.5 घंटे लगाए, ദിവസേന 2.5 മണിക്കൂർ ചെലവഴിക്കണം. सवाब मिलेगा पूरा दिन लगाने का. മുഴുവൻ ദിവസവും അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ച പ്രതിഫലം പകരം കിട്ടും. महीने में 3 दिन लगाए, മാസത്തിന്റെ 3 ദിവസം നിങ്ങൾ ചെലവഴിക്കും, सवाब मिलेगा पूरा महीना अल्लाह के रास्ते में फिरने का. പകരം അള്ളാഹു പ്രതിഫലം നൽകും. 30 ദിവസം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചതിന് പകരം തുല്യമായി. साल में चिल्ला लगाया, വർഷത്തിൽ 40 ദിവസം ചെലവഴിക്കും, सवाब मिलेगा पूरा साल तबलीग में फिरता रहा. അതിന് പകരമായി അള്ളാഹു സവാബ് നൽകും, പ്രതിഫലം നൽകും. ഒരു വർഷം മുഴുവൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിച്ചതുപോലെ. और 4 महीने लगाया, अल्लाह उन खुश नसीबों में शामिल करेंगे. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മൾക്ക് അതിലും ഉപരിയായി 4 മാസം പുറപ്പെടാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. ഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ എല്ലാ വർഷവും. आखिरी बात, അവസാനത്തെ കാര്യം, हुजूर की एक हदीस റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഒരു ഹദീസ്. हर आदमी के जिंदगी भर काम आएगी. ഇത് മനുഷ്യന്റെ ജീവിതം മുഴുവനും അവന് വലിയ ഉപകാരം കിട്ടും ആ ഹദീസ് കാരണമായി. गरीब अमीर सबके लिए, പണക്കാരന് പൈസക്കാരന് എല്ലാവർക്കും അതുകൊണ്ട് ഗുണം കിട്ടും. जवान बूढ़ा, യുവാവ് വൃദ്ധൻ എല്ലാവർക്കും ഗുണം. हर वक्त जिंदगी में काम आएगी. എല്ലാ അവസ്ഥയിലും ജീവിതത്തിൽ നമ്മൾക്ക് ഉപകാരം കിട്ടും. तो हुजूर फरमाते हैं खुश नसीब. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു ഭാഗ്യവാൻ. अरे जिसको हुजूर कहें खुश नसीब, उससे बड़ा कोई खुश नसीब हो सकता है? നബി തങ്ങൾ ഒരാളെ കുറിച്ച് ഭാഗ്യവാൻ എന്ന് പറഞ്ഞാൽ അതിനേക്കാളും വലിയ ഭാഗ്യവാൻ ഉണ്ടാകുമോ? कौन है वो खुश नसीब? ആരാണ് ആ ഭാഗ്യവാൻ? कि जो दुनिया में खैर के फैलने का जरिया बनता है അവർ ദുനിയാവിൽ ഖൈർ പരക്കുന്നതിന്റെ കാരണക്കാരനായി മാറുന്നവൻ, और शर के दूर होने का जरिया बनता है, ഷർറ് ദൂരമാക്കാൻ കാരണമാവുന്നവൻ, वो खुश नसीब है. അവനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ. तो भाइयों, हम अकेले अकेले तो खैर नहीं फैला सकते, शर को दूर नहीं कर सकते. तो तबलीग में कहते हैं भाई जमात बना के करो. നമ്മൾ ഒറ്റയ്ക്ക് ചിലപ്പം ഖൈറുകൾ പരത്താൻ, ഷർറുകൾ ഇല്ലാണ്ടാക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് നമ്മളോട് തബ്ലീഗിൽ പറയുന്നത് നമ്മളൊരു ജമാഅത്തിനെ കൂട്ടത്തിൽ പരിശ്രമിക്കാൻ കൂട്ടണം. जमात पर अल्लाह का हाथ है. ജമാഅത്തിന്റെ മേൽ അള്ളാഹുവിന്റെ കൈയുണ്ട്. अल्लाह के हाथ के माने अल्लाह की मदद है. അള്ളാഹുവിന്റെ കൈ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാകും. ये हमारा पैगाम है. ഇതാണ് നമ്മുടെ സന്ദേശം. ये जो जोड़ हुआ पूरे केरला का, माशाल्लाह सारे इलाकों से जिलों से जिम्मेदार आए, उन सबको ये पैगाम लेके जाना है. ഇതാണ് നമ്മളുടെ ഈ ജോഡിന്റെ സന്ദേശം. കേരളത്തിന്റെ മുഴുവൻ പ്രദേശങ്ങളിൽ നിന്നുള്ള ദീനിന്റെ പ്രവർത്തനത്തിന്റെ ഉത്തരവാദിത്തമുള്ളവർ വന്നിരിക്കുകയാണ്. നിങ്ങൾ ഇവിടെ നിന്നും കൊണ്ടുപോകേണ്ട സന്ദേശം ഇതാണ്. और मैंने सुबह बताया था खुलासा 3 बातें हैं. ഞാൻ രാവിലെ നിങ്ങളോട് പറഞ്ഞതിന്റെ ഒരു ചുരുക്കം 3 കാര്യങ്ങളാണ്. वो पैगाम है, ये यहाँ से लेके जाना है सबको. അതാണ് ഇവിടെ നിന്ന് നിങ്ങൾ ഓരോരുത്തരും കൊണ്ടുപോകേണ്ടത്. अपनी मस्जिदों में ले जाना है, നിങ്ങളുടെ പള്ളികൾ വരെയും കൊണ്ടുപോകേണ്ട സന്ദേശം, अपने भाइयों तक पहुंचाना है. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കേണ്ട സന്ദേശം. तो क्या पैगाम है? എന്തായിരുന്നു ആ സന്ദേശം? रोजाना, റോസാന अरे बोलो, പറയും, रोजाना, റോസാന, माहाना, മാഹാന, सालाना, സാലാന. 10वां हिस्सा दीन के लिए लगाएंगे. ഇതിന്റെ എല്ലാം 10% വീതം നിങ്ങൾ അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നു. रोज का 10वां 2.5 घंटे लगाएंगे. ദിവസത്തിന്റെ 10% 2.5 മണിക്കൂർ ചെലവഴിക്കുന്നു. महीने का 10वां 3 दिन लगाएंगे. മാസത്തിന്റെ 10% 3 ദിവസം അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നു. साल का 10वां चिल्ला लगाएंगे. വർഷത്തിന്റെ 10% 40 ദിവസം അള്ളാഹുവിന്റെ മാർഗത്തിൽ और ചെലവഴിക്കും. फिर जो जितना आगे बढ़ेगा अल्लाह उसे उतना नवाजेगा. എത്ര അതിനേക്കാളും കൂടുതൽ ചെയ്യാൻ സാധിക്കുമോ അത്രയും ചെയ്യാൻ ശ്രമിക്കുന്നു. लेकिन इतना तो करना है इंशाअल्लाह പക്ഷെ ഇത്രയെങ്കിലും നമ്മൾ ചെയ്യണം. എല്ലാവരും നിയത്ത് വെക്കും ഇൻഷാ അല്ലാഹ്. कि 10वां तो दीन के लिए लगाना है. 10ൽ ഒന്നെങ്കിലും അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി ചെലവഴിക്കണം എന്ന് എല്ലാവരും നിയത്ത് വെക്കും. देखो हक के काम में मुश्किलात आती हैं. സഹോദരന്മാരെ, ഹക്കിന്റെ പരിശ്രമത്തിൽ പ്രയാസങ്ങൾ മുന്നിൽ വരും, പ്രതിസന്ധികൾ ഉണ്ടാവും. घबराना नहीं है. പക്ഷെ നമ്മൾ ബേജാറാകാൻ പാടില്ല. हाँ, अल्लाह पर यकीन रखकर मेहनत करना है. അള്ളാഹുവിൽ യക്കീൻ വെച്ചുകൊണ്ട് നമ്മൾ പരിശ്രമിക്കണം. हर नबी अकेले आए, എല്ലാ നബിമാരും ഒറ്റയ്ക്ക് വന്നവരാണ്. फिर उनके साथ उम्मत जुड़ी. അതിനുശേഷം അവരുടെ കൂട്ടത്തിൽ ഉമ്മത്ത് അവരുടെ കൂട്ടത്തിൽ കൂടി. मौलाना इलियास साहब ने तबलीग का काम अकेले शुरू किया. റസൂൽ ഇല്യാസ് റഹ്മത്തുള്ളാഹി അലൈഹി തബ്ലീഗിന്റെ പരിശ്രമം ഒറ്റയ്ക്ക് തുടങ്ങി. आज दुनिया में लाखों लोग लग गए. ഇന്ന് ലക്ഷക്കണക്കിന് മനുഷ്യർ ദുനിയാവിൽ ഈ പരിശ്രമം ചെയ്യുന്നുണ്ട്. तो हक का काम शुरू में अकेले ही होता है. ഹക്കിന്റെ പരിശ്രമം അതിന്റെ തുടക്കത്തിൽ
ഒറ്റക്ക് ചെയ്യേണ്ടി വരും. मत घबराओ, मैं मेरी मस्जिद में अकेला हूँ. പക്ഷെ നമ്മൾ ബേജാറാവാൻ പാടില്ല, എന്റെ പള്ളിയിൽ ഞാൻ മാത്രമേ പരിശ്രമം ചെയ്യുന്ന ഒരാളുള്ളൂ, 3 ही आदमी हैं. നമ്മൾ 3 പേര് മാത്രമേ ഉള്ളൂ. नहीं, तुम्हारे साथ अल्लाह है. പേടിക്കേണ്ടതില്ല, നിങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു ഉണ്ട്. हुजूर ने हजरत अबू बकर से फरमाया था, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായി, जब मक्के वाले हुजूर को ढूंढते हुए गारे सौर तक पहुंच गए और हजरत अबू बकर ने कहा कि हुजूर ये तो आ गए. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തെരഞ്ഞുകൊണ്ട് ശത്രുക്കൾ ഗാർ സൗറിൽ എത്തി. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവര് വളരെ അടുത്തെത്തിയല്ലോ. तो हुजूर ने हजरत अबू बकर से फरमाया, अबू बकर तुम्हारा क्या ख्याल है उन 2 के बारे में जिनके साथ तीसरा अल्लाह है. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദ്റത്ത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കണ്ടായി, അബൂബക്കർ നീ എന്ത് വിചാരിക്കുന്നു ആ 2 പേരെ കുറിച്ച്, അവരുടെ കൂട്ടത്തിൽ മൂന്നാമനായി അല്ലാഹുള്ള ആ 2 പേരെ കുറിച്ച് എന്താണ് നിന്റെ വിചാരം എന്ന് ചോദിക്കണ്ടായി. हम 2 नहीं हैं, हमारे साथ अल्लाह है. നമ്മൾ 2 പേരാണ്, പക്ഷെ നമ്മുടെ കൂട്ടത്തിൽ അല്ലാഹു ഉണ്ട്. तो आप घबराओ मत कि मेरी मस्जिद में मैं अकेला हूँ, हम 2 हैं, हम 3 हैं. नहीं, तुम्हारे साथ अल्लाह है. നമ്മൾ പേടിക്കേണ്ടതില്ല, നമ്മുടെ പള്ളിയിൽ നമ്മൾ ഒറ്റക്കാണ്, അല്ലെങ്കിൽ നമ്മൾ 2 പേരാണ്, നമ്മൾ 3 പേരാണ്, നമ്മുടെ കൂട്ടത്തിൽ അല്ലാഹു ഉണ്ട്. हक के काम में मुश्किलात भी आती हैं, रुकावटें भी आती हैं, ഹക്കിന്റെ പരിശ്രമത്തിൽ നമുക്ക് പ്രയാസങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ തടസ്സങ്ങൾ ഉണ്ടാവും. लेकिन करते रहना है പക്ഷെ ചെയ്തുകൊണ്ടേയിരിക്കണം, और दुआएं मांगते रहना है. ദുആയും ചെയ്തുകൊണ്ടേയിരിക്കണം. फिर अल्लाह लोगों के दिलों को फेर देगा. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ഹൃദയങ്ങളെ അതിലേക്ക് തിരിക്കുക തന്നെ ചെയ്യും. आज लाखों लोग दुनिया में काम कर रहे हैं. ലക്ഷക്കണക്കിന് മനുഷ്യർ ഇന്ന് ഈ പ്രവർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. मैंने बताया ना कि तुर्की में 30 मुल्क यूरोप के जमा हुए. തുർക്കിയിൽ ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ അടുത്ത് 30 രാഷ്ട്രത്തിലുള്ള ദീനിന്റെ പരിശ്രമം ചെയ്യുന്ന ആൾക്കാർ തുർക്കിയിൽ ഒരുമിച്ച് കൂടി. और अभी तुम्हारी जमात जाकर आई वहाँ ऑस्ट्रेलिया, तो ऑस्ट्रेलिया में 3000 आदमी मेलबोर्न में जमा हुए. നിങ്ങളുടെ ജമാഅത്ത് പോയെന്ന് ഞാൻ പറഞ്ഞില്ല, ഓസ്ട്രേലിയ ഇപ്പൊ നടന്ന ഇസ്തിമയിൽ 3000 പേര് മെൽബണില് അവര് ഇസ്തിമയിൽ പങ്കുചേർന്നു. सिडनी में एक भी मस्जिद नहीं थी. സിഡ്നിയിൽ ഒരു പള്ളി പോലും ഉണ്ടായിരുന്നില്ല. तबलीग का काम जमात ने जाके शुरू किया रेलवे प्लेटफॉर्म से. തബ്ലീഗിന്റെ പരിശ്രമം ചെയ്യാൻ വേണ്ടി അവർക്ക് താമസിക്കാൻ പള്ളി ഉണ്ടായിരുന്നില്ല, അവർ പ്രവർത്തിച്ചിരുന്നത് റെയിൽവേ പ്ലാറ്റ്ഫോമിലാണ്. अब तफसील में वक्त नहीं है. വിശദീകരിച്ച് പറയാൻ സമയമില്ല. और आज 135 मस्जिदें हैं सिडनी में. ഇന്ന് 135 പള്ളികൾ സിഡ്നിയിലുണ്ട്. और सब जगह दीन का काम हो रहा है. എല്ലാ പള്ളികളിലും ദീനിന്റെ പരിശ്രമം നടക്കുന്നുണ്ട്. इस महीने में अमेरिका में 5 जगह इज्तिमा हुए हैं. ഈ പ്രാവശ്യം അമേരിക്കയിൽ 5 സ്ഥലത്ത് ഇസ്തിമ നടന്നു. ഈ और മാസം हमारी जमातें गई हुई हैं उन इज्तिमात में. നമ്മുടെ ജമാഅത്ത് അവിടെ പോയിട്ടുണ്ട്, ഇപ്പൊ ഇസ്തിമയിൽ പരിശ്രമിക്കുന്നുണ്ട്. इस वक्त इज्तिमा हो रहा है वहाँ. ഇപ്പോൾ അവിടെ ഇസ്തിമ നടന്നുകൊണ്ടിരിക്കുകയാണ്. वहाँ दिन है, दिन അവിടെ ഇപ്പൊ പകലാണ്, 12 घंटे पीछे. 12 മണിക്കൂർ അവർ പിന്നിലാണ്. अभी 8:30 है ना, सुबह के 8:30 वहाँ. ഇപ്പൊ നമുക്ക് രാത്രി 8:30 അവർക്ക് ഇപ്പൊ രാവിലെ 8:30. संडे के 8:30 सुबह के. അവരിപ്പോ ഞായറാഴ്ച പകൽ 8:30 മണിക്കാണ് അവരവിടെ. वहाँ इज्तिमा हो रहा है. അവിടെ ഇപ്പൊ ഇസ്തിമ നടന്നുകൊണ്ടിരിക്കുകയാണ്. जुनूबी अमेरिका में पनामा में इज्तिमा हो रहा है. സൗത്ത് അമേരിക്കന്റെ ഇസ്തിമ പനാമയിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. अल्लाह ने फैलाया, पहुंचाया. അള്ളാഹുവാണ് ഇതിനെ പരത്തിയവൻ, അള്ളാഹുവാണ് ഇതിനെ അവിടെ എത്തിച്ചവൻ. तो हक के रास्ते में रुकावटें भी आती हैं, मुश्किलें भी आती हैं. ഹക്കിന്റെ മാർഗത്തിൽ ചിലപ്പോൾ പ്രയാസങ്ങൾ ഉണ്ടാവാറുണ്ട്, പ്രതിസന്ധികൾ ഉണ്ടാകാറുണ്ട്. करते रहना, അതുകൊണ്ട് പക്ഷെ നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കണം, दुआएं मांगते रहना, ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം, कोशिश करते रहना. പരിശ്രമിച്ചുകൊണ്ടേയിരിക്കണം. फिर अल्लाह दिलों को लोगों के फेरेंगे. എന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹൃദയങ്ങളെ അമലിലേക്കും അള്ളാഹുവിലേക്കും തിരിക്കും. फिर लोग तुम्हारे साथ जुड़ेंगे. എന്നാൽ അത് കാരണമായി ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിൽ സമയം ചെലവഴിക്കുന്നവരായി തീരും. तो ये पैगाम लेकर जाओ അതുകൊണ്ട് ഈ സന്ദേശമായി നിങ്ങൾ പോകിൻ. और नियत करके जाओ എല്ലാവരും നിയത്ത് വെച്ചുകൊണ്ട് പോയി ഇൻഷാ അല്ലാഹ്. कि इस पर हमें आना है. ഇതിലേക്ക് നമ്മൾ ഓരോരുത്തരും വരേണ്ടതുണ്ട്. रोजाना वक्त देना है. ദിവസേന സമയം കൊടുക്കണം. माहाना 3 दिन देना है. മാസത്തിൽ 3 ദിവസം കൊടുക്കണം. साल में चिल्ला लगाना है. വർഷത്തിൽ 40 ദിവസം കൊടുക്കണം. फिर अल्लाह तौफीक दे जितना आगे बढ़ सकेगी. അള്ളാഹ് തൗഫീഖ് തന്നാൽ അതിനേക്കാളും കൂടുതൽ കൊടുക്കണം. इतनी नियत तो सब करके जाओ. ഈ നിയത്ത് എല്ലാവരും ചെയ്തിട്ടേ ഇവിടുന്ന് പോകാൻ പാടുള്ളൂ. നിയത്ത് വെക്ക് ഇൻഷാ അല്ലാഹ്. खाली दिल दिमाग नहीं जाना. ഇവിടുന്ന് കാലിയായ ഹൃദയവും കാലിയായ തലച്ചോറുമായി പോകാൻ പാടില്ല. ये पैगाम लेके जाओ. ഈ സന്ദേശവുമായിട്ടാണ് പോകേണ്ടത്. फिर अपनी मस्जिदों में अपने साथियों को इस पर लाओ. നിങ്ങളെ പള്ളികളിൽ നിങ്ങളെ കൂട്ടുകാരെ ഈ പരിശ്രമത്തിലേക്ക്, ഈ കാര്യത്തിലേക്ക് നിങ്ങൾ കൊണ്ടുവരും. उसके लिए मेहनत करो, दुआ करो. അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കുകയും നിങ്ങൾ ദുആ ചെയ്യും. ये लेकर जाना है यहाँ से. ഇതാണ് ഇവിടുന്ന് കൊണ്ടുവേണ്ടത്. ठीक है इंशाल्लाह. ശരി, ഓക്കെ അല്ലേ ഇൻഷാ അല്ലാഹ്? सब तैयार है ना? എല്ലാവരും തയ്യാറല്ലേ ഇൻഷാ അല്ലാഹ്?
अभी तो दूर है अभी तो ये 5 काम करने दो इनको ഇപ്പൊ നിങ്ങൾ ഈ 5 കാര്യങ്ങൾ ചെയ്യും ഇൻഷാല്ലാ. വരുന്ന ഇജ്തിമ വരെ ഇൻഷാല്ലാ നമുക്ക് പരിശ്രമിക്കാം. बस और कुछ कहना है भाई സഹോദരന്മാരെ, ദുആക്ക് വേണ്ടി കുറേ ആൾക്കാർ വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്, ആവശ്യക്കാർ പലരുടെയും മക്കൾക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, സ്വന്തത്തിന് വേണ്ടി, മരിച്ചവർക്ക് വേണ്ടി, രോഗത്തിന് വേണ്ടി എല്ലാവരും ആവശ്യക്കാരാണ്. അവരെല്ലാം ദുആകൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാം വായിക്കാൻ സമയമില്ല. അതുകൊണ്ട് ദുആ ചെയ്യുമ്പോൾ ആരെല്ലാം നമ്മളോട് ദുആക്ക് വേണ്ടി വസിയത്ത് ചെയ്തോ പറഞ്ഞോ അവർക്കും വേണ്ടിയും ദുആ ഉണ്ടായിരിക്കുന്നതാണ്. ठीक है और कुछ कहना है എന്തെങ്കിലും പറയാനുണ്ടോ? अल्लाहुम्मा इन्ना नस्अलुका या अल्लाह या अल्लाह या अल्लाह या रहमान या रहीम या जार المستجيرين या अमान الخائفين या इमाद मन ला इमाद ला या सनद मन ला सनद ला या ज़ुखर मन ला ज़ुखर ला या इर्ज़ الضعفاء या कंज़ الفقراء या अज़ीम الرجاء या मुनक़िज़ الهلكة या मुंजिअ الغرقى या मुहसिन या मुजमिल या मुनइम या मुफ़ज़िल या जब्बार या मुनीर या सरीक़ المستصرخين या सरीक़ المستصرخين ومنتهي العائذين والمفرجان المكروبين والمروعان المغمومين ومجيب دعاء المسترين ومجيب دعاء المسترين يا كاشف الكرب يا إله العالمين منزول بك كل حاجة منزول بك كل حاجة منزول بك كل حاجة اللهم احسن عاقبتنا في الأمور كلها وأجرنا من خزي الدنيا وعذاب الآخرة توفنا مسلمين وألحقنا بالصالحين توفنا مسلمين وألحقنا بالصالحين اللهم احسن عاقبتنا في الأمور كلها وأجرنا من خزي الدنيا وعذاب الآخرة توفنا مسلمين وألحقنا بالصالحين. اے اللہ ہمارے گناہوں کو معاف فرما، ہماری خطاؤں سے درگزر فرما، چھوٹے گناہوں کو بھی معاف فرما، بڑے گناہوں کو بھی معاف فرما، جو جان بوجھ کر ہوئے انہیں بھی معاف فرما، جو انجانے سے ہوئے انہیں بھی معاف فرما. تیرے کمزور بندے ہیں، تیرے کمزور بندے ہیں، تیرے ضعیف بندے ہیں، تیرے عاجز لاچار بندے ہیں. کبھی نفس نے بہکایا، کبھی شیطان نے بہکایا، کبھی ماحول کے بہاؤ میں ہم آ گئے، ہم سے تیرے حکم ٹوٹے ہیں، تیرے نبی کے طریقے چھوٹے ہیں، سر تا پیر قصوروار ہیں، بال بال قصوروار ہیں، بال بال خطا کار ہیں، مجرم ہیں، تیری بارگاہ میں آئے ہیں، اپنے جرموں کا اقرار کرتے ہیں. تو نے معافی مانگنے کا حکم دیا ہے، تو نے معاف کرنے کا وعدہ فرمایا ہے. تیرے حکم پر تجھ سے معافی مانگتے ہیں، تیرے وعدے کا یقین کرتے ہیں. تو بڑا معاف کرنے والا ہے. اے اللہ ہمیں معاف فرما دے، ہمارے گھرانوں کو معاف کر دے، ہماری نسلوں کو معاف کر دے، پوری امت کو معاف کر دے، پوری امت کو معاف کر دے. تیرے پیارے نبی کی امت پوری دنیا میں پریشان حال ہے. تیرے پیارے نبی کی امت پوری دنیا میں پریشان حال ہے. اے اللہ ہر سہارا اٹھ گیا، ہر آسرا اٹھ گیا، ہر سہارا ٹوٹ گیا. تو نے فرمایا ہے کہ جس کا کوئی آسرا نہیں میں آسرا ہوں، جس کا کوئی سہارا نہیں میں سہارا ہوں. اس بے سہارا امت کو سہارا دے دے، اس بے آسرا امت کو آسرا دے دے، اس بے ٹھکانہ امت کو ٹھکانہ دے دے. اے اللہ اس پریشان حال امت پر رحم فرما دے. جان کی حفاظت فرما، مال کی حفاظت فرما، عزت کی حفاظت فرما، آبرو کی حفاظت فرما.
اے اللہ تیرا نام لیتے ہیں، تیرے نبی کے امتی کہلاتے ہیں، اس کی تجھے لاج دیتے ہیں، اس امت کے ساتھ اے اللہ رحم کا معاملہ فرما، کرم کا معاملہ فرما، رحم کا معاملہ فرما، کرم کا معاملہ فرما، غضب کے دروازے بند کر دے، رحمت کے دروازے کھول دے، تو ہم سے راضی ہو جا، تو ہم سے راضی ہو جا، ہمیں اپنے سے راضی کر دے، تو ہمارا بن جا، ہمیں اپنا بنا لے، تیری ناراضگی سے ہم تیری پناہ چاہتے ہیں، تو ہمیں اپنی پناہ میں لے لے۔ جس نے تیری پناہ مانگی وہ بڑی پناہ مانگی، تیری پناہ میں آیا بڑی پناہ میں آیا، اے اللہ تو ہمیں اپنی پناہ میں لے لے۔ اے اللہ ہمیں ایمان کامل دے، ہمیں یقین صادق دے، تیری ذات پر اعتماد و یقین کی دولت دے، اے اللہ تیری ذات پر اعتماد و یقین کی دولت دے، اے اللہ ہر غیر کا تاثر دل سے نکال کر اپنی ذات پر اعتماد و یقین کو ہمارے دلوں کی گہرائیوں میں بٹھا دے۔ جس کرم سے تو نے ہمیں اس تبلیغ کے مبارک کام میں لگایا، ہمارا حق نہیں تھا، تو نے اپنے کرم سے لگایا، تو نے اپنے کرم سے چلایا، جس کرم سے تو نے اس مبارک محنت میں لگایا ہے، اے اللہ اس میں موت تک لگے رہنا نصیب فرما، اخلاص بھی عطا فرما، استقامت بھی عطا فرما، استخلاص بھی نصیب فرما۔ ذرا سے حالات آتے ہیں ہمارے قدموں میں ڈگمگاہٹ آ جاتی ہے، اے اللہ تو ہمیں ہمارے حال پر نہ چھوڑ، ہمیں لوگوں کے حوالے نہ کر، حالات کے حوالے نہ کر، اپنے کرم کے سہارے چلا، ہمیں ہمارے حال پر نہ چھوڑ، ہمیں اپنے کرم کے سہارے چلا، اپنے فضل کے سہارے چلا۔ اے کریم کرم فرما، اے رحیم رحم فرما، اے محسن احسان فرما، اے اللہ اپنے اپنے وقت پر حسن خاتمہ کی دولت نصیب فرما، سوء خاتمہ سے حفاظت فرما، قبر کے عذاب سے حفاظت فرما، اے اللہ حساب کی شدت سے حفاظت فرما، جنت الفردوس کا ہمارے لیے فیصلہ فرما، اے اللہ کمال ایمان کے ساتھ اپنے اپنے وقت پر دنیا سے جانا نصیب فرما، اے اللہ ہمارے اس اجتماع کو قبول فرما، اس کا انتظام کرنے والوں کو قبول فرما، اس میں خدمت کرنے والوں کو قبول فرما، تو تماشا دیکھنے والے کو بھی محروم نہیں کرتا، اے اللہ ہمیں بھی محروم نہ کر، اے اللہ پریشان حالوں کی پریشانیاں دور فرما دے، پریشان حالوں کی پریشانیاں دور فرما دے، مقروضین کے قرضوں کی ادائیگی کی غیب سے صورتیں پیدا فرما، بیماروں کو صحت نصیب فرما، ڈاکٹر دوائیں دیتے ہیں، صحت تو تیرے غیبی خزانوں میں ہے، پیسوں سے دوا خریدتے ہیں، صحت تو تیرے غیبی خزانوں میں ہے، وہ کہاں سے خریدیں گے مالک؟ تو ہر بیمار کو اپنے غیبی خزانوں سے صحت نصیب فرما، ہر پریشان حال کی پریشانی دور فرما، مقروضین کے قرض ادا فرما، جن کے گھروں میں لڑکیاں بیٹھی ہوئی ہیں ان کے لیے سالے جوڑوں کا انتظام فرما، جن میں آپس میں اے اللہ عداوتیں ہو چکی ہیں ان میں الفتیں و محبتیں پیدا فرما، اے اللہ ہر خیر کو ہماری طرف پھیر دے، ہر شر سے ہماری حفاظت فرما لے، اے اللہ ہم جس کرم سے تو نے اس تبلیغ کی مبارک محنت میں لگایا، اے اللہ حالات آتے ہیں، قدموں میں ڈگمگاہٹ آتی ہے، ہمتیں پست ہو جاتی ہے، تو اپنی مدد کے سہارے چلا، اپنے کرم کے سہارے چلا، موت تک چلنا نصیب فرما، اخلاص بھی عطا فرما، استخلاص بھی عطا فرما، استقامت بھی عطا فرما، اے اللہ ہم تو سائل ہیں، بھکاری ہیں، ہم تو بھکاری ہیں، دینے والی ذات تیری ہی ہے، تو بغیر مانگے دینے والا ہے، تو نے اپنی شان کریم بتائی ہے، بغیر مانگے دینے والا بتایا ہے، اے اللہ ہماری دنیا کی حاجتیں بھی پوری فرما، آخرت کی حاجتیں بھی پوری فرما، دنیا کی ضرورتیں بھی پوری فرما، آخرت کی ضرورتیں بھی پوری فرما، دنیا اور آخرت کی ذلت اور رسوائی سے حفاظت فرما، دنیا اور آخرت کی عزت اور سرخروئی نصیب فرما، دارین کی عافیت مقدر فرما، عفو کا، عافیت کا، یسر کا، سہولت کا، کرم کا، رحم کا معاملہ فرما، اے کریم کرم فرما، اے رحیم رحم فرما، اے محسن احسان فرما، اے اللہ ہماری
हाजतों को और ज़रूरतों को तू हमसे ज़्यादा जानता है। हाजतें तेरी पैदा की हुई हैं, पूरा करने वाला भी तो तू ही है। हमारी दुनिया की हाजतें भी पूरी फरमा, आखिरत की हाजतें भी पूरी फरमा। ए अल्लाह दुनिया की ज़रूरतें भी पूरी फरमा, आखिरत की ज़रूरतें भी पूरी फरमा। ए अल्लाह तेरी रज़ा की दौलत नसीब फरमा, तेरे दीन की मेहनत में मौत तक लगे रहना, इखलास के साथ लगे रहना नसीब फरमा। ए अल्लाह जो कुछ नीयत इरादे हमने इस जोड़ में किए हैं, ए अल्लाह हम भी कमज़ोर, हमारे इरादे भी कमज़ोर। ए अल्लाह जो कुछ तेरे भरोसे पर जो कुछ हमने नीयतें के इरादे किए हैं उनके पूरा होने की गैब से सूरतें पैदा फरमा, अपनी मदद से उनको पूरा फरमा, हमारी दुआओं को अपने करम से कबूल फरमा। तेरे प्यारे नबी मोहम्मद रसूलुल्लाह सल्लल्लाहु अलैहि वसल्लम ने खैर की जितनी दुआएं मांगी है हम उन सब का सवाल करते हैं। जिन शुरूर आफात बलाया फितन से तेरे प्यारे नबी ने पना चाहिए उन सब से हम पना चाहते हैं। ए अल्लाह तो हमें पना नसीब फरमा, हमारी दुआओं को अपने करम से कबूल फरमा। सल्ली व सल्लिम अला हबीबिक सय्यिदिना मुहम्मद व आलिहि व अस्हाबिहि अजमाइन बिरहमतिक या अरहमर राहिमीन वल्हम्दुलिल्लाहि रब्बिल आलमीन। जमातों में जाने वालों से फजर के बाद ഒന്നുള്ളവർ ഇൻഷാല്ലാ സഫുകളായി നിന്നോട് ഇൻഷാ ഉടനെ ബാങ്ക് വിളിക്കും. ബാങ്ക് വിളിച്ചെല്ലാം ഒന്നൂർത്തെത്തിയ ഉടനെ ഇൻഷാല്ലാ ജമാഅത്ത് അടക്കും. फजर के बाद ജമാഅത്തിൽ പുറപ്പെടുന്ന കൂട്ടുകാർ ഇൻഷാല്ലാ ഇശ നമസ്കാരം കഴിഞ്ഞ് ഇൻഷാല്ലാ മുന്നിലേക്ക് വരും. ബാങ്ക് വിളിക്കണം കാരിസ. ഒന്നുള്ളവർ ഇൻഷാല്ലാ സഫായിട്ട് നിന്നോളി. ബാങ്ക് കഴിഞ്ഞ ഉടനെ സുന്നത്ത് നമസ്കരിക്കും. ബാക്കി കൂട്ടുകാർ ഒന്നുകൊടുത്ത് എത്തിയാൽ ഉടനെ ഇൻഷാല്ലാ ജമാഅത്ത് നിൽക്കും.